ഇത് 176. 300, 350 ആ റേഞ്ചേ വരത്തുള്ളൂ. 2 പീസിന് കേട്ടോ. ഇതൊക്കെ 166 ഉള്ളൂടാ. 50% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കേണ്ടടുത്ത് 2 ഡ്രസ്സ് എടുക്കാൻ പറ്റും. ഈ സാരിയുടെ റേറ്റ് 299. ഏത് സ്കൂളിന്റെ യൂണിഫോം ചോദിച്ചാലും ഉണ്ട്. 4XL സൈസ് ആണ് കേട്ടോ. നമ്മൾ പുറത്ത് എടുത്ത് തയ്ക്കുന്നതിനെക്കാട്ടിയും വളരെ ലാഭമാണ്. 180-ന് ഈ ഒരു 2 പീസ് നമുക്ക് കിട്ടും കേട്ടോ. നല്ല വെൽവെറ്റ് അല്ലേ? പറയടാ. 268 വരുള്ളൂ റേറ്റ്. എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞതാണ് ഇവിടെ പൊന്നാട നല്ലത് കിട്ടുമെന്ന്. പക്ഷെ ഒന്ന് എടുക്കുമ്പോൾ 2 ഫ്രീ ആയിട്ട് കിട്ടും. 198 രൂപയുള്ളൂ. 399 ആണ് വരുന്നത് ഈ സാരി കേട്ടോ. മലയാളികൾക്ക് മാത്രമേ ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? അമ്പലം, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി. പിന്നെ ഇത് ഏത് സ്കൂളത്തെ യൂണിഫോം ആണെന്ന് ചോദിക്കില്ല, പക്ഷെ അതും ഉണ്ട്. നമുക്ക് നല്ല സാധനം കിട്ടുന്നുണ്ട് വരുന്നുണ്ട്. 159. അത് 2 പീസിന്റെ കളക്ഷൻ ആണ്. കോട്ട് സെറ്റ് ആണ്. ഡിസ്കൗണ്ട് അപ് ടു 70% വരും. അപ്പൊ ഒരു ബ്ലാങ്കറ്റ് മേടിക്കുമ്പോൾ അതിന് നമുക്ക് 2 ബ്ലാങ്കറ്റ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അത് 319 രൂപ കിട്ടും ഈ ഒരു 2 പീസ് എന്ന് പറയുന്നത്. മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കുറെ മെറ്റീരിയൽസ്, യൂണിഫോംസ് ആണ് ഇരിക്കുന്നത് കേട്ടോ. 120 രൂപ വരും. ഇവിടെ എപ്പോഴും വരും സ്കൂളിന്റെ യൂണിഫോംസ്. കിച്ചൺ ടവൽ തൊട്ട് നമുക്ക് ഇങ്ങനെ കാലൊരിക്കാനുള്ള ബ്രഷ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ബൈ 1 get 2 ആണ്. ഹോസ്പിറ്റൽ ബെഡ്ഷീറ്റ് 16 രൂപ, 80 രൂപ, 70% ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഇതിന് വരുന്നത്. മാക്സിന്. അതെ. 200 രൂപയ്ക്ക് നെക്ക് പില്ലോ. എങ്ങനെ ഞാനും ആയി. ഇതിന് 99 ഉള്ളൂ. മെഗാ ഡിസ്കൗണ്ട് സെയിൽ. சட்டை எல்லாமே 40% ഡിസ്കൗണ്ട് ഉള്ളത്. ബെൽറ്റും അവൈലബിൾ ആണ്. ഇതാണ് മലയാളികൾക്ക് മാത്രം ഇങ്ങനെ ആവാൻ പറ്റുള്ളൂ. കണ്ടില്ലേ? അമ്പലം, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി എല്ലാം കൂടി ഒരുമിച്ച് ഒരു നമ്മുടെ തലസ്ഥാനത്താണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് ഏറ്റവും ആദ്യത്തെ ഒരു കോംപ്ലക്സ് എന്ന് അറിയപ്പെടുന്നത് സാഫല്യം കോംപ്ലക്സ്. ആ സാഫല്യം കോംപ്ലക്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് കൂടിയാണ് ഈ ഒരു സാഫല്യം കോംപ്ലക്സ്. അതിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറും ഉണ്ട്. അപ്പൊ എന്തൊക്കെ വെറൈറ്റീസ് ആണെങ്കിൽ അപ് ടു 70% വരെ ഡിസ്കൗണ്ട് ആണ് ഇവിടെ നടക്കുന്നത്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റൈലിന്റെ A to Z എല്ലാ ഐറ്റംസും കിട്ടും. മെൻസ് വേണോ, കിഡ്സ് വേണോ, ലേഡീസ് വേണോ, അങ്ങനെ എല്ലാ ഐറ്റംസും. പിന്നെ ടെക്സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ബെഡ്ഷീറ്റ് ആയാലും ശരി, ഡോർ മാറ്റ്സ്, അങ്ങനെ തുടങ്ങിയല്ല ഒരു സേഫ്റ്റി പിൻ വരെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അതും ഡിസ്കൗണ്ടിൽ. ഒന്ന് നോക്കിയാലോ നമുക്ക് എങ്ങനെയാണ് ഇവിടുത്തെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ആക്ച്വലി ഇതാണ് നമ്മുടെ സാഫല്യം, ഇത് നമ്മുടെ കോംപ്ലക്സ്, ഏറ്റവും പഴയ കോംപ്ലക്സ്, ഏറ്റവും ഫസ്റ്റത്തെ കോംപ്ലക്സ് ട്രിവാൻഡ്രത്ത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് മെയിൻ എൻട്രൻസ്. ആക്ച്വലി ഇവിടെ ഒരു 3-4 എൻട്രൻസ് ഉണ്ട്. ഞാൻ മെയിൻ എൻട്രൻസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. മെയിൻ എൻട്രൻസ് ഇതാ, ഇതിൽ കൂടെ പോയാൽ മതി. അതിലത്തെ 2 പേരിലാണ് ഇവർക്ക് ഷോപ്പ് അറിയപ്പെടുന്നത്. അതിൽ ഒരെണ്ണം ഗുഡ് മോർണിംഗ് സ്റ്റോർസ്. കടയുടെ പേരാണ് നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞതല്ല. അതേപോലെ തന്നെ ഇവർക്ക് വേറൊരു ഷോപ്പും ഉണ്ട്. അതും ഈ ഒരു കോംപ്ലക്സിൽ തന്നെയാണ്. ന്യൂ ഗുഡ് മോർണിംഗ് സ്റ്റോർസ്. അതിൽ സ്കൂൾ യൂണിഫോംസ് ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. പിന്നെ മെൻസിൻ്റെ ഐറ്റംസ്. പിന്നെ ഒരു ഷോപ്പ് ഗുഡ് മോർണിംഗ് സ്റ്റോർസ് എന്ന് പറയുന്നത് അതിൽ ഫുൾ ടെക്സ്റ്റൈൽസിൻ്റെ വെറൈറ്റീസ്. ഇതാണ് മെയിൻ എൻട്രൻസ്. അന്ന് ആ സൈഡിൽ കൂടി പോവാം, ഈ സൈഡിൽ കൂടി പോവാം. വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്തായാലും ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ മെയിൻ എൻട്രൻസ് കൂടെ തന്നെ പിടിക്കാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഈ മെയിൻ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോമിൻ്റെ ഒരു സെക്ഷൻ വരും. അത് ഫസ്റ്റ് ഫ്ലോറിലാണ്, ഇതും ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ ഈ സൈഡിൽ കൂടെ പോയാൽ നമുക്ക് ഇങ്ങോട്ട് ഇവിടെയും വഴിയുണ്ട്, ഇവിടെയും വഴിയുണ്ട്. ആകെ ഒരു കൺഫ്യൂഷൻ അല്ലേ? ഇതാ ഈ ഒരു വഴി കയറി പിടിക്കാം. ഈ ഒരു വഴി കയറി പിടിച്ചിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ടേൺ ചെയ്താൽ മതി. അപ്പം നമുക്ക് പോകേണ്ടത് ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സിൽ. കറക്റ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പ് കാണാം. ഈ ഒരു മെഡിക്കൽ ഷോപ്പിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ ഞാൻ കറക്റ്റായിട്ടുള്ള എൻട്രൻസ് കളിയാം. കാരണം ഇവിടെ വന്നാലല്ലേ ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് വരും. ഫസ്റ്റ് ടൈം വന്നാലും ഞാനിപ്പോൾ എത്ര 2ാമത്തെ 3ാമത്തെ തവണ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് പിടിച്ചോ, വരൂ. ഈ ഒരു എൻട്രൻസ് ഇതാ, ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കാണാം. ഈ ഒരു സ്റ്റെപ്പ് പിടിച്ച് അങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് അപ് ടു 50% വരെ ഓഫർ ഉണ്ട്. അതും സ്കൂൾ യൂണിഫോമിന്. നിങ്ങൾ വിചാരിക്കും സീസൺ ടൈമിൽ മാത്രമായിരിക്കും ഈ ഒരു ഓഫർ വരുന്നത്, ഈ ഒരു 50%. എന്നാൽ അങ്ങനെയല്ല. 365 ദിവസം ഒരു ഒറ്റ കടയിൽ 50% വരെ കൊടുക്കുന്ന ഒരു സ്ഥലം, ഒരു കട എന്ന് പറയുന്നത് വേറെ ഒരു കടയല്ല, ന്യൂ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ്. പക്ഷെ ഇപ്പം നമ്മൾ പോണത് ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സിലേക്ക്. അത് അടിപൊളിയായിരിക്കും. വെരി ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ് ഫസ്റ്റ് ഫ്ലോറിൽ കേട്ടാ. അതെ, നമ്മളിങ്ങനെ കയറിയ വശം തന്നെ നമുക്ക് കാണാൻ പറ്റും ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ്.
ഇവിടെയാണെങ്കിൽ ഫുൾ വെറൈറ്റി കൊണ്ട് വെറൈറ്റി, അതേപോലെ തന്നെ ഓഫേഴ്സും ഉണ്ട്. പിന്നെ അതാ ഓഫേഴ്സിന്റെ ഡിസ്കൗണ്ട് അപ് ടു 70% വരെ, അപ് ടു 50%, അപ് ടു 70% വരെ നമുക്ക് ഓഫർ വരുന്നുണ്ട്. കിഡ്സിനൊക്കെ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. വരും നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ കയറി. ഇവിടെ സ്റ്റാഫ് ഏതാ കസ്റ്റമർ ഏതാ ഒന്നും നമുക്കൊന്നും അറിയില്ല. എന്തായാലും കസ്റ്റമർ എന്ന് തോന്നുന്നു. കസ്റ്റമർ അല്ലേ? അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ മാം, ഇവിടെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ കട കണ്ടുപിടിച്ചത്? അതുപോലെ ഇവിടെ റേറ്റും ക്വാളിറ്റിയും ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഞാൻ പണ്ടേ ഇവിടെ വരുന്ന ആളാണ്. അതെ, ഇവിടുത്തെ കാര്യമാണോ? ആ, ഇവിടെ എപ്പോഴും വരും. എപ്പോഴും വരും. ഇനി എന്ത് പറയാനായിട്ട്? മാം വർക്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാ മനസ്സിലായി? പറയൂ ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ നമ്മുടെ ഈ ഗുഡ് മോർണിംഗ് സ്റ്റോർസ്, ഇതിനെ കുറിച്ചിട്ട് 2 വാക്കൊന്ന് പറയാൻ പറ്റുമോ? അയ്യോ, ഇതിലൊന്നും എടുക്കല്ലോ. അതിലൊന്നും എടുത്തു പറയോ. എന്താണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയാനുള്ളത്? സ്റ്റോറാണ്, സ്റ്റാഫ് എല്ലാം നല്ലതാണ്, നല്ല കോപ്പറേറ്റീവ് ആണ്. അങ്ങനെ അപ്പോൾ ചെറിയൊരു നിസ്സാരക്കായിട്ട്, താങ്ക് യു മാം, ചെറിയൊരു നിസ്സാര കാര്യമായാൽ പോലും നമുക്ക് ഇവിടെ ഗുഡ് മോർണിംഗ് സ്റ്റോറിൽ വരാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഡ്രസ്സിനെ കുറിച്ച് മാത്രമല്ല പറയണേ, ഈവൺ ഞാൻ പറഞ്ഞില്ല സെഫ്റ്റി പിൻ ആയാലും നമുക്ക്, അതുപോലെ തന്നെ ചെറിയ സീസേഴ്സ് ആയാലും വലിയ സീസർ ആയാലും, അങ്ങനെ A to Z ഒരു ആൾക്ക് വേണ്ടത്. പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് വേറൊരു കടയിലേക്ക് പോകണ്ട, ഒക്കെ ഇവിടെ തന്നെ. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴേ ഇനി നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണണമല്ലോ. അതിന് മുന്നേ നമുക്ക് ഈ ഒരു കടയുടെ ലുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സൈഡിലാണെങ്കിൽ നമുക്ക് ലേഡീസിൻ്റെ ഐറ്റംസ് ആണ്, സാരി, അതുപോലെ തന്നെ കുർത്തീസ്, 2 പീസ് 3 പീസ് എല്ലാം ആ സൈഡാണ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ്, കുഞ്ഞ് ടവല് തൊട്ടിട്ട് അങ്ങനെ A to Z എല്ലാ ഐറ്റംസ്. പിന്നെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ കുളിപ്പിക്കേണ്ട എണ്ണ തേച്ചിട്ട് അതിന് പറ്റിയിട്ടുള്ളതാ ഷീറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടലി ഒരു എന്താ പറയുക A to Z എല്ലാ ഐറ്റംസ് ഉണ്ട്. പക്ഷേ സ്റ്റാഫ്മാർ ഇനി വേണം, എന്നാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ അതാ കുട്ടികൾക്ക് വേണ്ട തൊപ്പികൾ, ഇന്നർ വെയർസ്, പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു സെഫ്റ്റി പിൻ ഇതുവരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം? ഇതാ ബെഡ്ഷീറ്റ്. കട ചേച്ചി റെഡിയാണ് കാണിക്കാനായിട്ട്. ബെഡ്ഷീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാമെന്നല്ലേ? ബെഡ്ഷീറ്റാണിത്, കോട്ടൻ്റെ ബെഡ്ഷീറ്റ്. ഇത് ഈ ഒരു സൈഡ്. പക്ഷേ ബെഡ്ഷീറ്റ് കാണിക്കുന്നേക്കാളും മുന്നേ എനിക്ക് ആദ്യം ലേഡീസിൻ്റെ ഐറ്റംസ് കാണിക്കാനാണ് ഇഷ്ടം. ലേഡീസിൻ്റെ ഐറ്റംസ് ഒക്കെ ഏത് ഭാഗത്താ? അത് ഇന്നറല്ലേ? ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ, ഞാൻ ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കളക്ഷൻ തന്നെയാണ്. അത് അപ്പുറയാണ്. ഓക്കെ, അപ്പുറയാണ്. നമുക്ക് അവിടെ നിന്ന് പിടിക്കാം. നമ്മുടെ അശ്വതി ഇങ്ങോട്ട് വരുമോ? അശ്വതിയുടെ പേര് ഞാൻ പഠിച്ചു. എനിക്ക് വാ. അപ്പോൾ നമുക്കേ ഈ ഒരു സെക്ഷനാണ് നമ്മുടെ ലേഡീസിൻ്റെ ഐറ്റംസ്. ഈ ലേഡീസിൻ്റെ ഐറ്റംസ് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ 3 പീസ് കളക്ഷൻ, 2 പീസ് കളക്ഷൻ, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് നമുക്ക് ഈ ഒരു സെക്ഷനിലുണ്ട്. ഇപ്പോൾ ഈ ഒരു സെക്ഷനിൽ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കുക? അപ് ടു 70% പുറത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അതെ, നമുക്ക് അപ് ടു 70% ആണ് ഡിസ്കൗണ്ട് വരുന്നത്. നമുക്ക് 40%-നുണ്ട്, 50%-നുണ്ട്, 70%-നുണ്ട്. നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ 350-നാണ് നമുക്ക് ചുരിദാർ സെറ്റ് തുടങ്ങുന്നത്. ഓക്കെ, അതിൽ നമുക്ക് സിംഗിൾ കുട്ടി 2 പീസ് ഒക്കെ ഉണ്ടോ? അതെ. ഓക്കെ, ഇതിൻ്റെ ഒക്കെ കുറച്ച് വെറൈറ്റികളൊക്കെ ഒന്ന് നമുക്ക് കാണാം. ചടപടാന്ന് വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നില്ല ഇവിടെ. ഇതാ നമ്മുടെ 3 പീസ് കളക്ഷൻ, അതിൽ വിത്ത് ദുപ്പട്ട എടുക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നത്. നാളെ നിങ്ങൾ വരുമ്പോൾ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുറേ പേര് ചോദിക്കാറുണ്ട്, ചേച്ചി ആ കുർത്തിയൊക്കെ അവിടെ കണ്ടത് അത് നല്ലതായിരുന്നു, എങ്ങനെ മേടിക്കുക, എന്താ മേടിക്കുക? അത് മേടിക്കാനായിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. ഇത് 3 പീസാണ് കേട്ടോ, വിത്ത് ദുപ്പട്ട എടുക്കാൻ വരുന്ന ഒരു കളക്ഷൻ. ചടപടാന്ന് ഓരോരോ കളക്ഷൻ ഇങ്ങനെ തുറന്ന് അങ്ങോട്ട് കാണിച്ചേ. നല്ല കളക്ഷൻസ് ഉള്ളതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മുടെ കടയിൽ ഒന്നും മോശമായിട്ടുള്ളതില്ല. പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ട്, അത് നമ്മുടെ കടയിൽ മാത്രമേ കിട്ടുള്ളൂ അല്ലേ? അതെ. അത് അങ്ങനെ ഡിസ്കൗണ്ട്സ് റേറ്റുകളൊക്കെ ഏകദേശം പറയാൻ പറ്റും. നമുക്ക് സ്റ്റാർട്ടിങ് 350 അല്ലേ? അതെ, 350 തൊട്ടാണ് കേട്ടോ റേറ്റുകൾ വരുന്നത് ഓരോന്നിനും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സീസൺ ടൈമിലുള്ള ഡിസ്കൗണ്ട് ആണ്. അത് അങ്ങനെയല്ല, ഇവിടെ എപ്പോഴും ഡിസ്കൗണ്ട്സ് ഉണ്ടാവും അല്ലേ? അങ്ങനെ ഇന്ന ടൈം അങ്ങനെയൊന്നും ഇല്ലല്ലോ, എപ്പോഴും ഉണ്ടാവും. പറയടോ, സോറി, ഞാൻ ഇതിന്റെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ 2 പീസ് ആണ്. ഇതിന് ഡിസ്കൗണ്ട് പോയിട്ട് 300-350 ആ റേഞ്ചേ വരത്തുള്ളൂ 2 പീസിന് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല കുഴപ്പമില്ല. റീറ്റെയിൽ ഒക്കെ പറയുമ്പോൾ നമുക്ക് 300 സിംഗിൾ പീസ് ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ കോൾ ഫെസിലിറ്റീസ്. അങ്ങനെയില്ല. നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഒരു പഴയ കടയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ്. ഓൺലൈൻ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഇപ്പോൾ ന്യൂ ജനറേഷൻ, നമ്മൾ പഴയ ആൾക്കാരാണ്, പക്ഷെ ഐറ്റം പുതിയതാണ്. അതെ. ഇത് എന്താ പറയാ, എത്ര കൊല്ലായോ? എന്തോ 18
62 ഇപ്പൊ 70 ഇയേഴ്സ് ആയി നമ്മുടെ കട തുടങ്ങിയിട്ട് 70 ഇയേഴ്സ് ആയി. അതെ, കഴിഞ്ഞതേ ഉള്ളൂ. എന്നെ വിളിച്ചില്ല അല്ലേ? ആ, സെലിബ്രേഷൻ കഴിഞ്ഞോളൂ. 70 ഇയേഴ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പൊ ഇവര് എന്താ പറയാ പാരമ്പര്യമായിട്ടുള്ള, പക്ഷെ നമുക്കത് ഏജ് ഇല്ല. ഓക്കെ, അപ്പൊ ഇത് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ്. ഇത് വിത്ത് ദുപ്പട്ട അടക്കം വരുന്ന ഒരു കളക്ഷൻ. അതുപോലെ തന്നെ 3 പീസിൽ ഇതും നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. അനാർക്കലി സ്റ്റൈലിൽ വരുന്നതാ. ഇതാ ഒരു അനാർക്കലി എന്നും പറയാം, എന്നാൽ ഒരു ഫ്ലെയർ ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ കൂടിയാണ്. പിന്നെ സൈസസ് നമുക്ക് എങ്ങനെയൊക്കെ വരുന്നത്? മീഡിയം തൊട്ട് നമുക്ക് 5XL വരെ വരുന്നുണ്ട്. 5XL വരെ വരും. എടുക്കണോ വേണ്ടത് ഇങ്ങനെ ആലോചിക്കുക. ആരോ നന്നായി പറയണം, അവർക്കാണ് മൈക്ക്. ഓക്കെ, അപ്പൊ 5XL വരെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, ഇപ്പൊ ഇത് 3 പീസിന്റെ കളക്ഷന്റെ ഏരിയ ആണ് ഈ കാണുന്നത്. ഇതിൽ ഇഷ്ടം പോലെ വെറൈറ്റീസ്. ചേച്ചി ഒക്കെ തുറന്ന് കാണിച്ചോ, നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ 3 പീസിന്റെ വെറൈറ്റീസ് ആണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. ഒരു എന്താ പറയാ ഡെയിലി വെയർ, നമുക്ക് ഒരു സെമി പാർട്ടി വെയർ ആ ഒരു കളക്ഷൻസ്. പിന്നെ കോട്ടണിൽ വരുന്നുണ്ട്, കോട്ടണിലും നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ഓ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് എടുത്തത്. ഇത് നോക്കിയേ, ഈ ഒരു ഷെയ്ഡ് നല്ല ട്രെൻഡിങ് ആയിട്ട് മൂവിങ് ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. ഇതിന്റെ ഒക്കെ റേറ്റ് എക്സാക്ട് ഇത് ഇപ്പൊ XXL ആണ് അല്ലേ? അതെ, XXL ആണ്. XXL വരുമ്പോൾ നമുക്ക് റേറ്റ് നിങ്ങൾ വിളിക്കണ്ട, വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലൊക്കേഷൻ കാര്യം അറിയുന്ന വെച്ചാൽ മാത്രം വിളിച്ചാൽ മതി. ഷോപ്പിന്റെ സമയം ചോദിച്ചിട്ട് വിളിച്ചാൽ മതി. ബാക്കി നേരിട്ടിട്ട് വരാം. നേരിട്ട് വരാനും ബുദ്ധിമുട്ടില്ല. തലസ്ഥാനം കാണാത്തവർക്കാണെങ്കിൽ ഇതൊരു ടൂർ ആയിക്കോട്ടെ അല്ലേ? അങ്ങനെ ഇത് ആദ്യം നമ്മുടെ കേരളത്തിൽ തന്നെയല്ലേ, പുറത്തേക്കൊന്നും പോകണ്ടെന്നേ. ചേച്ചി ഇങ്ങനെ തുറന്ന് പിടിച്ച് കാണിച്ചു. ഇങ്ങനെ ഇവിടെ വെച്ചാൽ അറിയൂല, ഇങ്ങനെ പിടിച്ച് കാണിക്കും. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതാ ഇതും നല്ലൊരു കോട്ടണിൽ വരുന്നത് കേട്ടോ. കോട്ടണിൽ തന്നെ ഇതാ, കോട്ടണിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ? അതും വിത്ത് ലൈനിങ്ങോട് കൂട്ടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണിത്. എനിക്ക് ഇത് ഇഷ്ടമായി, നല്ല ഭംഗിയുണ്ട്. 3 പീസിന്റെ കളക്ഷൻ. ഇതിൽ 2 ഷെയ്ഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഷെയ്ഡുള്ളൂ. ഗ്രീനും കൂടി ഉണ്ട് കേട്ടോ, ഒരു യെല്ലോ ഒരു ഗ്രീൻ. അതിന് 2 ഷെയ്ഡാണ് ഉള്ളത്. പിന്നെ വൈറ്റില് പ്രിന്റ്, എൻ്റെ പൊന്നു, ഇത് നമ്മുടെ സീസൺ ടൈമിൽ എപ്പോഴും മൂവിങ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വൈറ്റില്. ഇതാ വൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വൈറ്റ് എടുത്തു അല്ലേ? ഇത് എപ്പോഴും ഡിസ്കൗണ്ട് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണത് അങ്ങനെ എപ്പോഴും ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അപ് ടു 70%. അത് ചിലതൊക്കെ ആണെങ്കിൽ നമുക്ക് അപ് ടു 40% ഉണ്ടാവും, ചിലതില് 50% ഉണ്ട്. നമുക്ക് ചില ഐറ്റംസ് 70%, നമുക്ക് കൂടിയ ഐറ്റംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് 70% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെറൈറ്റി അനുസരിച്ചിരിക്കും റേറ്റും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അത് ഇവിടെ വന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു 100-150 രൂപ ഐറ്റം ഒന്നും ഇവിടെ കിട്ടില്ല. അത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം ആണെങ്കിൽ അത് ഇവിടെ ഈ കടയിൽ ഉണ്ടാവേ ഇല്ല അല്ലേ? അങ്ങനെ വേണം പറയാനായിട്ട്. പിന്നെ ഇത് നോക്കിയാൽ ഇക്കത്തിന്റെ പ്രിന്റിൽ വരുന്ന ഒരു അടിപൊളി 3 പീസ് കളക്ഷൻ വിത്ത് കോൺട്രാസ്റ്റ്. എനിക്ക് ഇത് ടോപ്പിനേക്കാളും ഇഷ്ടമായിട്ടുള്ളത് ഇതിന്റെ ഒരു ദുപ്പട്ട തന്നെയാട്ടോ. നല്ല ഭംഗിയുള്ള ദുപ്പട്ട, നല്ല സോഫ്റ്റ് കോട്ടൺ എന്നൊക്കെ പറയില്ലേ. ചേച്ചിയുടെ കയ്യിലിരിക്കണത് കാണാൻ മറക്കണ്ട കേട്ടോ. ചേച്ചി അവിടെ ഓരോന്നോരോന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. റംഗോളിയിൽ വരുന്ന ഒരു സ്റ്റൈലിലുള്ള മെറ്റീരിയലിലുള്ള ഇത് പാറ്റേൺ. ഇതിൽ യോക്കിൽ വർക്ക്, പിന്നെ അതുപോലെ ദാമനിലും ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ദാമനിലെ വർക്ക് അത് ബ്ലാക്ക് ആയതുകൊണ്ടേ അങ്ങനെ. പിന്നെ ഇത് കോട്ടൺ, ഇതൊക്കെ കോട്ടണില് 3 പീസിന്റെ. അതെ, 3 പീസ്. അപ്പൊ ഈ സിംഗിൾ കുർത്തിയൊക്കെ ഏത് ഭാഗത്തായിരിക്കുന്നത്? അതുപോലെ കോർസെറ്റ് ഒക്കെ ഏത് ഭാഗത്തായിരിക്കുന്നത്? അതൊക്കെ ഈ സൈഡിലായിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങനെ കാണിച്ച് നമുക്ക് പോവാം. ചേച്ചി 2 പീസ് ഒന്ന് എടുത്ത് കാണിച്ചു തരുമോ? 2 പീസ്, സിംഗിൾ പീസ്, 2 അങ്ങനെ. ഈ ഒരു സെക്ഷൻ പറയുമ്പോൾ നമ്മുടെ ലേഡീസിന് ഇഷ്ടപ്പെട്ട സെക്ഷനും കൂടിയാണ്. അതും ബെഡ്ഷീറ്റാണ് ഇവിടെ ആൾക്കാർ കൂടുതൽ ചോദിച്ചു വരുന്നത്. ബെഡ്ഷീറ്റിന് എന്താ സംഭവം എന്ന് വെച്ചാൽ ചോദിച്ചു വരുന്നത് buy 1 get 2, buy 1 get 3 ഇങ്ങനെയൊക്കെയാണ് ബെഡ്ഷീറ്റിന് ഇവർ ഓഫർ ഇട്ടിരിക്കുന്നത്. ഓ മൽച്ചന്തേരി, ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉണ്ടാവില്ല എന്നത്. കട നോക്കിയിട്ട് കാര്യമില്ല, ലുക്ക് ഇതാ ക്വാളിറ്റിയിലാണ് കാര്യം. കണ്ട മൽച്ചന്തേരി 3 പീസിന്റെ ഒരു കളക്ഷൻ അല്ല, ഇത് ടോപ്പ്. ഇതും മൽച്ചന്തേരിയിൽ തന്നെയാണ് കേട്ടോ. യോക്കിൽ ഇങ്ങനെ വർക്ക് വിത്ത് ഫ്ലീറ്റ്. ഇത് സൈസ് വരുന്നത് 4XL സൈസാണ് കേട്ടോ ഇത് വരുന്നത്. ഇത് വെർട്ടിക്കലില്. എവിടേക്ക് പോണു കുട്ടി? ഒരു മിനിറ്റ് വേറെ എടുത്തിട്ട് ഇങ്ങോട്ട് വരൂ. ആള് വേറെ എടുക്കാൻ പോകും. അപ്പോഴേക്ക് ഞാൻ ആ മൈക്ക് നമ്മുടെ ചേച്ചിമാരോട് പറയാനുണ്ടല്ലോ. ഈ കുട്ടി പറയും. ബാ പറഞ്ഞൊന്ന് ഇതിനെ കുറിച്ചിട്ട്. എന്ത് പറയാ, ചക്കായിട്ടാ നിക്കണേ. എന്താ പേര്? സ്വാതി ഇതിനെ കുറിച്ച് പറഞ്ഞൊന്ന്. അതായത് നമുക്കിവിടെ ഇതിന്റെ സൈസ് 5XL വരെ അവൈലബിൾ ആണ്. അതുപോലെ ടോപ്പ് മാത്രമായിട്ട് വേണ്ട. സിംഗിൾ ടോപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? 699, 799, 599. 599. ഇത് ആദ്യം റേറ്റ് കൂടി ഇത് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് വരും. ഇനി ഇതിന് ചോദിച്ചു കഴിഞ്ഞാൽ 400 വരും, 300 വരും. എല്ലാ റേഞ്ചിനും ഉണ്ട്. അപ്പൊ അങ്ങനെ റേറ്റ് നോക്കിയിട്ടല്ല എനിക്ക് തോന്നുന്ന ആൾക്കാർ ഇവിടെ വരുന്നത്, ക്വാളിറ്റി നോക്കിയിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. പിന്നെ
ഇതെന്താ സംഭവം? കൊണ്ടുപോവാ ഇത് പറഞ്ഞ കുട്ടി ഇനി പറയോ? നമുക്ക് 20-30% ഡിസ്കൗണ്ട് വരും. ഇത് 30% ഡിസ്കൗണ്ടിൽ വരുന്ന ടോപ്പ് മാത്രം. ടോപ്പ് മാത്രമല്ല, നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. അത് കണ്ട പിടയ്ക്കണത്. അതുപോലെ ഫ്ലെയറോട് കൂടിയിട്ട് വരുന്ന ഫുൾ പ്രിന്റഡിൽ വരുന്ന ഇത് ഡെയിലി വെയർ, അതുപോലെ ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഒരു കസ്റ്റമർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആളുടെ അടുത്ത് ഇങ്ങോട്ട് വരും. ആളുടെ അടുത്തേക്ക് പോകാൻ പറ്റുമില്ലെന്ന് എനിക്കറിയില്ല. ഇങ്ങോട്ട് വന്നിട്ട് ഇത് അവിടെ ഒരു മുണ്ടാണോ? ആ മുണ്ടാണോ അത്? ഈ സ്വീകരിക്കാനുള്ള പൊന്നാട വരെ അപ്പോൾ ഇവിടെ കിട്ടൂട്ടോ. അപ്പോൾ ആ പൊന്നാട ഞാനൊന്ന് കസ്റ്റമറോട് ചോദിച്ചോട്ടെ. കസ്റ്റമർ കിട്ടുകഴിഞ്ഞാൽ നമുക്ക് വിടണ്ടല്ലോ. വീണ്ടും അവിടേക്ക് തന്നെ പോവാം. വരൂ. പൊന്നാട ഇതിപ്പോൾ ഇതൊക്കെ പാത്രം കാണാൻ സാധനം വരെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വയ്യ. ഹായ്, വർക്ക് ചെയ്യാണോ? അതെ. എവിടെയാ? RBI വർക്ക് ചെയ്യാം. എന്താ പൊന്നാടൊക്കെ ആരാണിക്കാൻ? എന്നെയാ? ഇത് മൈക്കാണ്. പറയൂ, ഈ പൊന്നാട ആരാണിക്കാണ്? എന്നെയാണിക്കാണോ? ആർക്ക് വേണ്ടിയിട്ടാണത്? അല്ല, ഇത് ഞങ്ങളുടെ GM റിട്ടയർ ആവുകയാണ്. റിട്ടയർഡ് അതിന് വേണ്ടിയിട്ടാണോ? ഓക്കെ, ചെറിയൊരു വീഡിയോ എടുക്കണ്ട അവിടെ. ഓ, അത് ശരി. ഒരു മിനിറ്റ്, എനിക്ക് ഈ കടനെ കുറിച്ചിട്ട് ഒരു 2 വാക്ക്. ഈ ഗുഡ് മോർണിംഗ് സ്റ്റോർ എന്ന് പറയണത് നിങ്ങളിപ്പോൾ സ്ഥിരം ഇവിടെ വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരാണോ? അല്ല, ഞാൻ ഇവിടുത്തെ ആളല്ല. അപ്പം എനിക്ക് എൻ്റെ ഒരു കൊളീഗ് പറഞ്ഞതാണ് ഇവിടെ പൊന്നാട നല്ലത് കിട്ടുമെന്ന്. അപ്പോൾ ഇനി ഞാൻ എന്ത് പറയണം, ഇവിടുത്തെ ആളല്ല. എന്നാലും പോലും ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഗുഡ് മോർണിംഗ് സ്റ്റോർ കണ്ടുപിടിച്ച് വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലേ? അല്ലേ? ഇവിടെ അടുത്താണോ മീൻസ് വർക്ക് ചെയ്യണത്? ഞാൻ RBI റിസർവ് ബാങ്കിൽ. ഓ, അപ്പൊ ഇങ്ങനെ കൂടാം. എന്തായാലും ആവട്ടെ. അപ്പൊ ശരി. അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെട്ടോ? സാധനങ്ങളൊക്കെ കിട്ടിയോ? കുഴപ്പമില്ല. കൊള്ളാം. ഓക്കെ. ശരിക്കുള്ള സ്വദേശം സ്ഥലം കൊല്ലംകാരാണ്. ഓക്കെ, ശരി കേട്ടോ. താങ്ക് യു. വാ. അപ്പോൾ RBI എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലേ, റിസർവ് ബാങ്ക് എന്ന് പറയുന്നതല്ലേ മനസ്സിലായത് എന്താ സംഭവം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് അടുത്തേക്ക് കൂടായിരുന്നു. 2 അട്ടി എടുത്തിട്ട് വരുമായിരുന്നു. ഓക്കെ, എവിടെ പോയി നമ്മുടെ കുട്ടികൾ? വെച്ചോ. പറ. ഇനി നമ്മുടെ കുർത്തീസിൻ്റെ ഒക്കെ സെക്ഷനിൽ കുറച്ചുകൂടിയും പോവാം. ഞാനിവിടെ എത്തിപ്പിളി അടുത്ത ആൾ വന്നല്ലോ. ഞാനില്ല. ഓക്കെ, പറയും. നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ 2 പീസ് 3 പീസിന്റെ സെക്ഷനാണ്. അപ്പൊ റേറ്റ് ഒക്കെ നിങ്ങൾ ഏകദേശം അറിയില്ല. ഇത്രയേ ഉള്ളൂ. 350 രൂപ തൊട്ട് നമുക്ക് ഇവിടെ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓരോത്തിൻ്റെയും റേറ്റ് പറയാൻ നിന്നാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. കാരണം എപ്പോഴും കസ്റ്റമർ വന്നു പോയി വരുമ്പോൾ ഈ ഐറ്റം കൊണ്ടുപോയാൽ അടുത്തത് വരും. അപ്പൊ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ബോയ്സിന്റെ ജീൻസ് 40%, റെയിൻകോട്ട് ഉണ്ട്, അംബ്രേല ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പുറത്തെ സെക്ഷനിൽ വരുമ്പോൾ എന്താ വരുന്നത്? നമുക്ക് കുട്ടികളുടെ ഫ്രോക്കാണ്. എടുത്തോ. കുട്ടികളുടെ ഫ്രോക്കും പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ ആൺകുട്ടികളുടെ അങ്ങറ്റം വരും. ഇനി ഇവിടെ പെൺകുട്ടികളെ തുടങ്ങിയില്ലേ? പെൺകുട്ടികളെന്ന് പറയാൻ പറ്റില്ല. അതെ, ചടപറാന്ന് ഇങ്ങനെ കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ വരണ കണ്ട. ഇതൊക്കെ നല്ല കോട്ടൺ, അതും പുറത്തേക്കൊക്കെ ഇടാൻ പറ്റിയത്. വീട്ടിലല്ല കേട്ടോ, പുറത്തേക്ക് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലാവും. ഇതൊക്കെ 40% ഡിസ്കൗണ്ടിൽ വരുന്ന ഫ്രോക്ക് കേട്ടോ കുട്ടികളുടെ. ഇതും കുട്ടികളുടെ നല്ലതുണ്ടല്ലോ. ഇത് ബർത്ത്ഡേ ഫ്രോക്ക് വരെ അവൈലബിൾ ആണ് കേട്ടോ. കണ്ടോ, ബർത്ത്ഡേ ഫ്രോക്ക്, പാർട്ടി ഫ്രോക്ക്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കറിയിൽ ഹക്കോബയിൽ സ്വീക്കൻസ് വർക്ക് വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഈ സ്വീക്കൻസ് കാണുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ തറയ്ക്കും കുത്തും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഉള്ളിൽ നല്ല അടിപൊളി ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഹാം ആവില്ല. കുട്ടികൾ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു മിഡിൽ കാറ്റഗറി അങ്ങനത്തെ ആൾക്കാരാണ് മെയിനായിട്ട് വരുന്നത്. അങ്ങനെ വലിയ ഇതിനല്ല. പക്ഷെ എന്താ സംബന്ധിച്ച മിഡിൽ എന്ന് പറയാനായിട്ടുള്ളത് ഈ ഇവിടുത്തെ എന്താ പറയാ, പറയൂ. അങ്ങനെയല്ല, ഇവിടുന്ന് കുട്ടികൾക്കായിട്ട് കോട്ടൺ ഫ്രോക്കാണ് നമുക്ക് കൂടുതൽ എടുക്കുന്നത്. കാരണം കംഫർട്ടാണ് നമ്മുടെ ഇവിടെ കൂടുതലും കസ്റ്റമേഴ്സ് ചോദിക്കുന്നത്. ഇപ്പൊ ഫാൻസിനെക്കാളും കൂടുതൽ കുട്ടികൾക്ക് ഫാൻസി ഫ്രോക്ക് ഇടുമ്പോൾ കുട്ടികൾ പറയും കുത്തുന്നു, ഇത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതാകുമ്പോഴത്തേക്ക് ചൂടെടുക്കുന്നില്ല കുട്ടികൾ. അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു മിഡിൽ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഇവിടെ. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നതും കോട്ടൺ ഫ്രോക്ക് തന്നെയാണ്. ചോദിച്ചു വരുന്ന കസ്റ്റമേഴ്സ് 10ഉം 15ഉം ഒക്കെ പെയർ എടുത്തിട്ട് പോകും. അത്രയ്ക്കും റേറ്റ് കുറവുണ്ടെന്ന് അതിന്റെ അർത്ഥം പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, വലിയ ടൈപ്പുള്ള ആൾക്കാർ ഇവിടെ വരാറില്ല. വരാത്തതിന്റെ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ കാഞ്ചീപുരം സാരി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. പക്ഷേ ഡെയിലി വെയർ, നമുക്ക് ഓഫീസ് വെയർ, ടീച്ചേഴ്സിന് അങ്ങനത്തെ ആൾക്കാർക്കുള്ള
സാധാരണക്കാര് എൻ്റെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെ പ്രവേശനമാണെന്ന്. ഇവിടെ അടിപൊളി ഐറ്റം കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ കാശുള്ളവരായാലും വലിയ ആൾക്കാരായാലും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നല്ല ഐറ്റം തന്നെ ഇവർ കൊടുക്കണത് അല്ലേ? അതിനൊരു ഡൗട്ടും ഇല്ല. അപ്പൊ ഇത് കണ്ടില്ലേ കോട്ടന്റെ ഫ്രോക്കിനൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 200-300 300 മുകളിലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. 300 സ്റ്റാർട്ടിംഗ് റേറ്റ് കേട്ടോ. അപ്പൊ 300 തൊട്ട് നമുക്ക് ഫ്രോക്കുകൾ, കോട്ടൺ ഫ്രോക്ക് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ചെറിയ രീതിയിലൊരു ഫാൻസി ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ വല്ലാണ്ട് ഫാൻസിയും ഇല്ല. പിന്നെ ഉള്ളത് ഇതൊക്കെ ഫ്രോക്കിന്റെ ഫ്രോക്ക് സെക്ഷൻ ആണ്. ഓക്കെ. പിന്നെ വരുന്നത് നമുക്ക് നൈറ്റ് ഡ്രസ് ആണ്. നൈറ്റ് ഡ്രസ് അത് നമുക്കുള്ളതാണോ അല്ലെങ്കിൽ വലിയ കുട്ടികളുടെ മുതൽ വലിയവരുടെ വരെയും നമ്മുടെ ഉണ്ട്? ഓക്കെ. ആ നൈറ്റ് ഡ്രസ് എന്ന് പറയുമ്പോൾ നൈറ്റി പെടുന്നില്ല അല്ലെങ്കിൽ അല്ലല്ല, നൈറ്റ് 2 പീസ് ആണ്. ഇപ്പൊ ഷോർട്സ് അല്ലെങ്കിൽ ടീഷർട്ട്, ഷോർട്സ് ടീഷർട്ട് അല്ലെങ്കിൽ പാന്റ് ടീഷർട്ട് അങ്ങനെ വരുന്നത്. 2 പീസ്. ചേച്ചി ഈ സെക്ഷനിൽ നിൽക്കുന്ന ആളാണ്. ചേച്ചി ഈ സെക്ഷനിൽ നിൽക്കുന്ന ആളാ. സംസാരം ചേച്ചി മൈക്കോടെ വെച്ച് ചേച്ചി സംസാരിച്ചു കിട്ടൂല. ചേച്ചി പറയാം. ചേച്ചി പറയും ഇതൊക്കെ ഈ സെക്ഷനൊക്കെ എന്താ വരുന്നത്? ഇതെല്ലാം നൈറ്റ് ഡ്രസ് ആണ്. 2 പീസ് ആണ്. 2 പീസിൽ. അപ്പൊ സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് എത്ര? 300, 350, 350 അങ്ങനെ വരും. ഇതിനെല്ലാം 20 ആണെങ്കിലും നമ്മൾ 40-50 ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കും. 20% പുറമെ പറയുന്നെങ്കിലും ഞങ്ങൾ 50 ഒക്കെ കൊടുക്കും. നമ്മുടെ ആൾക്കാരല്ലേ വരുന്നത് അല്ലേ? അതാണ് 2 പീസിന്റെ കളക്ഷനിൽ നമുക്ക് അങ്ങനെ ഷർട്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, ടീഷർട്ട് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്, വിത്ത് പാന്റ്. ഇപ്പൊ ഈ കാണിച്ചത് വലിയൊരു കസ്റ്റമറാണ് നമുക്ക് ഏറ്റവും മെയിൻ. അത്രയും ക്വാളിറ്റി നമുക്ക് ഉണ്ട് കേട്ടോ ഈ കാണുന്നതിലൊക്കെ. നമ്മൾ വെറുതെ പറയണതല്ല, നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ ഇവർക്ക് ഓൺലൈനിന്റെ ആവശ്യമേ ഇല്ല അല്ലേ? കസ്റ്റമർ അങ്ങനെ ചെറുപ്പറ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ക്വാളിറ്റിയുടെ ആവശ്യമില്ല. ഇത് 2 പീസിന്റെ ഒരു നൈറ്റ് വെയർ തന്നെയാണ്. ഇതും നൈറ്റ് വെയർ ആണ്. അതൊക്കെ ഇപ്പൊ കാണിച്ചതൊക്കെ വലിയൊരില്ല. അപ്പൊ കുട്ടികൾക്കുണ്ട്. ചേച്ചി ഈ സെക്ഷനാണോ? ചേച്ചി പറയേ. ചേച്ചി മിണ്ടാട്ടില്ല. ഇത് നിന്റെ സെക്ഷനാണോ? എന്താ പേരിടാ? സ്വാതി പറയൂ. സ്വാതി 2 പീസിന്റെ സെക്ഷനിൽ പറഞ്ഞോ. ഇത് കുട്ടികൾക്കുള്ള നൈറ്റ് ഡ്രസ് ആണ്. നമുക്ക് 3 വയസ്സ് തൊട്ട് പിന്നെ അങ്ങോട്ട് ലേഡീസിനുള്ളതെല്ലാം ഉണ്ട്. എല്ലാ ഐറ്റംസ് അല്ലേ? 3 വയസ്സ് തൊട്ട്. അപ്പൊ റേറ്റ് നമുക്ക് എത്ര വരും? ഒരു 200, 300, 150 തൊട്ട് 150 ഉള്ളോ? 150 കേട്ടോ. ഇത് 2 പീസ് 150 ഈ ഒരു 2 പീസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇപ്പൊ ഈ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഒരു ആളെ ഞാനിപ്പോ തന്നെ ഇവിടെ കണ്ടു. ഒരു വെറൈറ്റി ആയിരുന്നു. അത് പോയോ? വരൂ എടുക്കാൻ പറ്റുമെന്ന് ആദ്യം ചോദിക്കണം. എല്ലാവരും എന്താ വരുമ്പോ എല്ലാവരും ഈ മൂലയ്ക്ക് വരണമെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ ആളുണ്ട് ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. വീണ്ടും നമ്മൾ മൂലയ്ക്ക് വരൂ. ഹായ്, മലയാളിയല്ലേ? മലയാളിയല്ലേ? ആന്ന്. ഓക്കെ. ഒരു ചെറിയ വീഡിയോ എടുക്കണ്ടേ? അല്ല, എനിക്ക് ജസ്റ്റ് ഈ ഒരു കടനെ കുറിച്ച് ഒരു വാക്ക് മാത്രം. ഒരു മിനിറ്റ് പോലും വരില്ല. ഒരു സെക്കൻഡ്, ഒരു വാക്ക് മാത്രം പ്ലീസ്. കാണാൻ ഭംഗിയുള്ളത് വന്നത് കേട്ടോ. ഒരു മിനിറ്റ് പാർക്കിംഗ് ഫീസ് ഞാൻ തരാം. പറയും പ്ലീസ്. വിഷമായി കേട്ടോ കുട്ടിക്ക്. നമ്മുടെ അപ്പാപ്പനെ പിടിക്കാന്നേ. അപ്പൊ എത്ര നാളെ ചേട്ടന്ന് വിളിക്കാം? പ്രായം കുറവാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ ഈ കടയിലൊക്കെ സ്ഥിരം വരാറുണ്ടോ? ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ഇവിടെ കളക്ഷൻസ് ഒക്കെ? വെറൈറ്റി ഉണ്ടോ അല്ലെങ്കിൽ ക്വാളിറ്റി ആണോ? നിങ്ങൾ എന്ത് നോക്കിയിട്ടാണ് ഇപ്പൊ ഈ കടയിലേക്ക് വരുന്നത്? മെയിനായിട്ട് നമുക്ക് നല്ല സാധനം കിട്ടുന്നുണ്ട് വരുന്നുണ്ട്. പിന്നെ എന്ത് പറയാൻ? അപ്പൊ അപ്പാപ്പനല്ല, എനിക്ക് ചേട്ടനാണ്. അത്രയ്ക്കും ചെറുപ്പായി കണ്ടോ? സോഫ സെറ്റ് കൊല്ലത്തിൽ നിന്ന് വരുന്ന സാധനം മേടിക്കാനായിട്ട്. ഒറ്റയ്ക്കാണ് വന്നേ? ഒറ്റയ്ക്കാണ്. പൊളിച്ചു. കൈ താടോ. നിറല്ലേ പോലെ തന്നെ ചേട്ടാ. ചേട്ടന്ന് പറയുമ്പോ എന്നെ തട്ടിയിടുന്നു. ഞാൻ കൊച്ചുമോളുടെ പ്രായം കാണും എനിക്കോ? പക്ഷെ എനിക്ക് ചേട്ടൻ തന്നെയാ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കൊല്ലത്ത് വരുമ്പോ ഞാൻ വരും കേട്ടാ. കേട്ടില്ലേ? എവിടെ സ്ഥലം? കൊല്ലം ചിന്നക്കട. നമ്മുടെ ചിന്നക്കട ഞങ്ങൾ സ്ഥിരം പോണ സ്ഥലമാണ്. ഞാൻ വരാറുണ്ട്. ഞാൻ വരാം. പിടിക്കാം. ഞാനാ? ഞാൻ പാട്ട് പാടിയ വീഡിയോ നിർത്തി പോവല്ലായിരുന്നു. അതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, പോട്ടെ. എന്തായാലും വിഷമായി കേട്ടോ. എവിടുത്തെ കാര്യമാണെന്നൊന്നെങ്കിലും പറഞ്ഞൂടെ? പെട്ടെന്ന് പോയിക്കോട്ടെ. എന്നിട്ട് ഇവിടെ തന്നെ നിക്കാന്ന്. ക്യാമറ ഷൈ. ഓക്കെ, കുഴപ്പമില്ല.
അപ്പൊ നമുക്ക് അടുത്ത വീണ്ടും തുടങ്ങാം. നമ്മുടെ അശ്വതി അല്ലെ? നീയായിരുന്നു അല്ലേ? സ്വാതി, അശ്വതി ഒക്കെ ഒരു പേരാണല്ലോ ദൈവം. പിന്നെ നമ്മുടെ അടിപൊളി 2 പീസ് നമുക്ക് വീട്ടിൽ മാത്രമല്ല പുറത്തേക്കും വിട്ടു പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ. അപ്പൊ 100-ക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. എന്ന് വെച്ചാൽ റേറ്റ് കുറവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം എന്നൊക്കെ പറയുമ്പോഴേ അതാണ്. ഇത് കുട്ടികളുടെ തന്നെ കേട്ടോ. 2 പീസിന്റെ കളക്ഷൻ. ഇതൊക്കെ നമ്മുടെ ഈ ഒരു കോഡ് സെറ്റ് ആ ടൈപ്പിൽ പെടുന്നതല്ലേ? കോഡ് സെറ്റ് ഇതൊക്കെ എത്ര ഏജ് കാറ്റഗറി വരെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? മെയിനായിട്ട് 3 ഇയേഴ്സ് തൊട്ട് ഒരു വലിയ പെൺകുട്ടികൾക്ക് വരെ ഉണ്ട്. നമ്മുടെ പോലത്തെ ആൾക്കാർക്ക് ഉണ്ട്. വലിയ 3XL വരെ ഉണ്ട്. 3XL വരെ. ഇതൊക്കെ 300 ഉള്ളൂ. വെറും 319 രൂപയ്ക്ക് കിട്ടും ഈ ഒരു 2 പീസ് എന്ന് പറയുന്നത്. അതും 2 പീസാണ് 319 എന്ന് പറയുമ്പോൾ അത്രയും റേറ്റ് കുറവിന് നല്ല അടിപൊളി ഐറ്റംസ്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ 166 ഉള്ളൂടാ. ഇത് റേറ്റൊക്കെ കുറവുണ്ടല്ലേ? വെറുതെ എന്നെ പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു റേറ്റ് കൂടുതലായിരിക്കും. പുറമേന്ന് ചിലർ പറയും റേറ്റ് കൂടുതൽ. ആ റേറ്റ് കൂടുതൽ പറയുന്ന പുറമേ നിന്നുള്ള ആൾക്കാർ ആരാന്നറിയോ? ഈ കടയിലത്തെ ഷോപ്പുകാർ തന്നെയാണ്. ഇങ്ങോട്ട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയണത് ട്രിക്കാണ്. ഇത് 176, 177. അത് കണ്ട അത്രയ്ക്കേ റേറ്റ് ഉള്ളൂന്ന്. 100-ക്കൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള സാധനം? അത്രയും ഇത് കുട്ടികളുടെനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടല്ലേ വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ആണും പെണ്ണും വ്യത്യാസം ഇല്ലാണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. കോഡ് സെറ്റിൻ്റെ നല്ല വെറൈറ്റീസ് ഉണ്ട്. 189, 59, 159. അത് 2 പീസിൻ്റെ കളക്ഷനാണ്. കോഡ് സെറ്റാണ്. പിന്നെ ഇതാണ്ട കുട്ടികൾ ഇനി ബോറടിക്കില്ല. അപ്പം 159 രൂപയ്ക്ക് കളിപ്പാട്ടും മേടിക്കേണ്ട ഡ്രസ്സുമായി. എന്താ നോക്ക്. ഇത് നല്ല വെൽവെറ്റ് അല്ലേ? പറയടാ. 268 വരുള്ളൂ റേറ്റ്. വെൽവെറ്റ് ആണ്. ഫുൾ പ്രിന്റഡ് ആണ്. പ്രിന്റഡിന് കൊടുക്കേണ്ട ഒരു വില അതിനാണ് കേട്ടോ. പിന്നെ വരുന്നത് 2 പീസ് തന്നെ അല്ലേ? പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ടൊക്കെ പോവാം. കാരണം എന്ന് വെച്ചാൽ ഇവിടെ റീറ്റെയിലാണ്. സിംഗിൾ പീസായിട്ട് കിട്ടും. വരാൻ നോക്കാം, ഇഷ്ടമുള്ളത് ഇടാം, കാശ് അവിടെ കൊടുക്കാൻ പോവാം. അതെ, അത്രയും പറയാം. അപ്പോൾ നമ്മുടെ കിഡ്സിൻ്റെ സെക്ഷൻ ഞാൻ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണിക്കാനുണ്ട്. ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ഞാൻ ഈ ഒരു 3 പീസിൻ്റെ ഇട്ടത്. അപ്പോൾ ഇതിൽ 3 പീസ് കളക്ഷൻ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് പക്ക പ്യുവർ കോട്ടണിൽ നല്ലൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ്. സ്വീക്വൻസ് വർക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫിറ്റിംഗ് അടിപൊളിയാണ്. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ലാർജ്. ദുപ്പട്ട അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു മൽ കോട്ടണിൽ വരുന്നത്. പിന്നെ ചുടിദാർ വേണ്ട, സാരി എടുക്കണവർക്കാണെങ്കിൽ ഇതാ സാരികൾ ഇങ്ങനെ ഞാൻ എടുക്കണം. സാരിക്കും റേറ്റ് കുറവാണ്. നമുക്ക് എത്ര? 299 പറയേ. 299 തൊട്ട് സ്റ്റാർട്ട് ആവും. 299, 399, 499. സാരിയുടെ റേറ്റ്. ഇനി സാരിയുടെ സെക്ഷനിൽ ആരാണ്? ഈ ചേട്ടനാണ് സാരിയുടെ ഫുൾ നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഉറക്കനെ പറയണം കേട്ടോ. പറയണം. കസ്റ്റമർ കിട്ടിയാൽ നമ്മൾ ഏത് സെക്ഷനിൽ പോകും. ഓക്കെ പറയൂ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്താ വരുന്നത്? അല്ല, നമുക്ക് സാരിയുടെ സെക്ഷനിൽ പോവാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു സെക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ കുട്ടികളുടെ ധോത്തീസ്, ആൺകുട്ടികളുടെ ധോത്തിയും ഷർട്ടും സെറ്റായിട്ട്. ധോത്തിയും ഷർട്ടും സെക്കൻഡ്. ഇതും എന്താ പറയാ, എത്ര റേഞ്ച് അല്ല പറയണേ, എത്ര സൈസ്? ഇത് നമുക്ക് 1 ഇയർ തൊട്ട് തന്നെ ഉണ്ട്. 1 ഇയർ, 2 ഇയേഴ്സ് തൊട്ട് 10 ഇയേഴ്സ് വരെയൊക്കെ ഉണ്ട്. വെൽക്രോ ധോത്തിയാണ് ഇതിൽ വരുന്നത്. അതേപോലെ ഇതാ ഈ ഒരു ഷർട്ട് വിത്ത് ഷർട്ട്. അപ്പൊ ഈ ഒരു 2 പീസിന്റെ കോംബോ സെറ്റാണ് വരുന്നത്. റേറ്റും നല്ല 40% ഡിസ്കൗണ്ട് ഉള്ളത്. ഇതിലും 40% ഡിസ്കൗണ്ട് ഉണ്ട്. അടിപൊളി. ഇതൊക്കെ 2 ഇയേഴ്സിന്. ഇതിപ്പോ ഒരു ഒറ്റ ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് വന്നെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടും ഉണ്ട്. അപ്പൊ അത് വരാൻ നോക്കാം. നിങ്ങൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അങ്ങനെ പിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു കളക്ഷൻ ഇപ്പൊ ഇത് എപ്പോഴും ഉണ്ടാവില്ല. അങ്ങനെ ഇങ്ങനെ ഫെസ്റ്റിവൽ സമയത്ത് അങ്ങനെ മാത്രമല്ല, എപ്പോഴും ഉണ്ടാവും. ഈ സാധനം തന്നെ എപ്പോഴും ഉണ്ടാവും എന്നല്ല പറയണേ. ഇതുപോലത്തെ മോഡൽ കേട്ടോ. ഇതൊക്കെ ആൾക്കാർ ഇപ്പൊ കൊണ്ടുപോക്ക് കഴിയും. ഇത് കുട്ടികളുടെ ഒരു സെക്ഷൻ, ആൺകുട്ടികളുടെ സെക്ഷനാണ് ഈ കാണുന്നത്. പിന്നെ ബ്ലാക്ക് അവർക്കും ഉണ്ട്. സ്റ്റിക്കർ വർക്ക് കണ്ടാ, സ്റ്റിക്കർ വർക്കിന്റെ വെറൈറ്റീസ് അവർക്കും ഉണ്ട്. കുട്ടികൾക്ക് വലിയവരെ പോലെ തന്നെ കുട്ടികൾക്കും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ കഥകളി അങ്ങനെ പല പ്രിൻസിൽ വരുന്നതാണ്. പല കളേഴ്സും അവൈലബിൾ ആണ്. കളേഴ്സുകൾ വേണമെങ്കിൽ നോക്കി വെച്ചോ. ഇതൊക്കെ നമുക്ക് ചേട്ടൻ അനിയൻ ഒരു പോലത്തെ കോംബോ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് വിത്ത് നമുക്ക് ധോത്തി അടക്കമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ബോക്സിന്റെ ഈ ഒരു സെക്ഷനിൽ എന്താ വരുന്നത്? ഇത് പട്ടുപാവാട, ഗേൾസിന്റെ പട്ടുപാവാട.
ഗേൾസിന്റെ നമുക്ക് ഒരു 1 ഇയർ തൊട്ട് 15 ഇയേഴ്സ് 15 ഇയേഴ്സ് വരെയൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതും പട്ടുപാവാട ഒരു കളക്ഷൻസ് ആണ്. ഞാൻ നോക്കാൻ ഇഷ്ടമുള്ള നോക്കിയിട്ട് അങ്ങോട്ട് പിക്ക് ചെയ്യാം. പിന്നെ സെക്ഷൻ എന്ന് പറയുമ്പോൾ എത്ര രൂപ? നമുക്കൊരു 200 300 ആ റേഞ്ചിന് 300 തൊട്ട് നമുക്ക് പട്ടുപാവാടയുടെ സെക്ഷൻ പെൺകുട്ടികളുടെ കേട്ടോ 300 രൂപ തൊട്ട്. ഇങ്ങനത്തെ ഉണ്ടല്ലേ, ഇത് കോൺട്രാസ്റ്റ് ഉണ്ട്. അത് നേരത്തെ കാണിച്ചത് ഒരു ജക്കാർഡ് സ്റ്റൈലായിരുന്നു. ഇത് വരുമ്പോൾ നമുക്ക് പക്ക ഒരു നമ്മുടെ നാടൻ സ്റ്റൈലിൽ വരുന്ന ഒരു കളക്ഷൻ. ഇതിങ്ങനെ സെറ്റല്ലേ? അതില്ല, വന്ന് നോക്കിക്കോ. ഞാൻ റേറ്റ് എന്താ പറയാതെന്ന് വെച്ചാൽ ചിലതിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരിക. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് വരേണ്ട, കാരണം എപ്പോഴും ഐറ്റംസ് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ഐറ്റം പോയി കഴിഞ്ഞാൽ ഇതുക്കും മേലെ നല്ല ഐറ്റം വേറെ അതിൻ്റെ ഉള്ളിൽ റാക്കിൽ കയറിയിരിക്കും. അപ്പോൾ ബോക്സ് പാക്കിങ്ങിലുള്ള ഐറ്റംസും ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള പാക്കിംഗ് ഐറ്റംസും വരുന്നുണ്ട്. ഇതെല്ലാം വലിയ കുട്ടികളുടെയാണ്. ഒരു 15 വയസ്സ്. ഇത് വരുമ്പോൾ ഫുൾ എംബ്രോയ്ഡറിയിൽ വരുന്നത് കേട്ടോ. ഫുൾ എംബ്രോയ്ഡറിയിൽ, അതുപോലെ ഇതിന് വർക്ക് വന്നിട്ടുണ്ട്, കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു കളക്ഷൻസ്. പിന്നെ ഇതിൽ കളേഴ്സും ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ പ്രിന്റഡ് ഉണ്ട്, എംബ്രോയ്ഡറിയിലുണ്ട്, ഡിജിറ്റൽ പ്രിന്റ്, അങ്ങനെ ഓരോ സൈസാണ് ഇത് വെച്ചിരിക്കുന്നത്. സൈസ് ബേസ് അല്ലേ? അതെ, സൈസ് ബേസ്. ഇത് നമ്മൾ നേരത്തെ ആൺകുട്ടികൾക്ക് കണ്ടില്ലേ, ഒരു പ്രിന്റഡിൽ അല്ലെങ്കിൽ സ്റ്റിക്കർ വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ കോംബോ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ചേച്ചി ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അനിയൻ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു കോംബോ കളക്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു സ്റ്റിക്കർ വർക്ക് ആണുങ്ങളുടെയിലും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷർട്ട്, ഇത് മറ്റാണ് ജുബ്ബയാണ്. ഞാൻ വിചാരിച്ചു ഈ നഴ്സുമാരുടെ കോട്ട് അതായിരിക്കും എന്നാ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അതുണ്ട് ഇല്ലാത്തതിൻ്റെ ഒരു കുറവില്ലാന്ന്. ഇത് വൈറ്റ് ജുബ്ബ മുകളിലടിയിലേക്ക് ഉള്ളതും ഉണ്ടല്ലോ, അതുപോലെ സൈസസും അവൈലബിൾ ആണ്. ഇതും എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ കടയിൽ വന്ന പ്രത്യേകത എന്ന് പറയാന്ന് വെച്ചാൽ നമ്മളൊരു നിസ്സാര കാര്യങ്ങളായാലും നമ്മൾ ഈ വലിയ വലിയ കടയിൽ പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലേ? അത് സത്യമാണ്. ഞാനൊക്കെ എത്ര കിടന്നിട്ട് നടന്നിട്ടുണ്ടെന്നറിയാം ഓരോരോ സാധനങ്ങളൊക്കെ. നമുക്ക് ചിലതൊന്നും പറയുമ്പോൾ അങ്ങനെ കറക്റ്റ് ഇത് കിട്ടാറില്ല. ഈ ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് പറയുമ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കട. ഇപ്പോൾ എത്ര ആൾക്കാരോട് ചോദിച്ചു, ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഒരു ഷോപ്പ് നിൽക്കുന്നത്. ഈ ബിൽഡിംഗ് പറയുമ്പോൾ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട്. എന്നിട്ടും അതിൽ നിന്ന് കറങ്ങി തിരഞ്ഞെടുത്തിട്ട് ഈ ഒരു ഗുഡ് മോർണിംഗ് സ്റ്റോറിൽ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര നാളായി? ഇയാളൊക്കെ ഞാനും 5 വർഷത്തോളായില്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാം സ്വെറ്റേഴ്സാണ്. ഞാൻ പറഞ്ഞില്ലേ നിസ്സാര കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചാൽ നല്ല കിട്ടുന്നത്. സ്വെറ്റേഴ്സ് വരെ ഉണ്ടെന്ന്, ലേഡീസിനും ജെൻസിനും ഒരേപോലെ. അതിൽ നമുക്ക് ഇങ്ങനെ ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട്, ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. സ്വെറ്റർ മാത്രം കേട്ടോ. ഇത് നോർമൽ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ളത്. ജെൻസിനോ ലേഡീസിനോ എങ്ങനെ വേണമെങ്കിലും. ഇതിപ്പോൾ ലേഡീസിന് മാത്രം, ജെൻസിൻ്റെ ഇത് ജെൻസിനാണ് കൊടുക്കുന്നത്. ഓപ്പൺ ടൈപ്പാണ് ലേഡീസിന് കൊടുക്കുന്നത്. ഓക്കെ, ഇത് ലേഡീസിൻ്റെ, ഇത് ജെൻസിൻ്റെ. പിന്നെ അതിൻ്റെ ജാക്കറ്റ് ഉണ്ടല്ലോ, ജാക്കറ്റ് 300 ഉള്ളൂ. സ്വെറ്റേഴ്സിനൊക്കെ 300 ആ റേഞ്ചൊക്കെ വരും. 300 സ്വെറ്ററാ. ഇതിൻ്റെ നൂല്, ഇതിൻ്റെ ആ ഒരു ഊളിന് തന്നെ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. ഒരു ഊളിൻ്റെ ഒരു ബണ്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്. പക്ഷേ ഇത് ഫുൾ 300 എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ ജാക്കറ്റ്സും വരും. ഓ, ശരിക്കും എന്താ പറയാ, നമ്മൾ ആവശ്യപ്പെടുന്ന സാധനമൊക്കെ ഇവര് തന്നിരിക്കും അല്ലേ? അതെ, വന്നാ മതി. വരണം. പക്ഷെ ഓൺലൈൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വരണം എന്ന് എടുത്ത് പറയുന്നത്. നമ്മൾ ഒക്കെ ഓൺലൈൻ്റെ ആവശ്യമില്ല. ആൾക്കാർ ഇങ്ങനെ തപ്പി പിടിച്ച് അന്വേഷിച്ച് വരുന്ന ഒരു കടയാണ് നമ്മുടെ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ കുട്ടികളുടെ ജാക്കറ്റ്, ഇത് കുട്ടികളുടെ ഒന്നുമല്ലല്ലോ, അത്യാവശ്യം വലിയ വണ്ണമുള്ളവർക്ക് ഇടാം. ഇത് റൈഡിങ് ജാക്കറ്റ് ആയിട്ടല്ലേ? ഓക്കെ. സോ അത് പറഞ്ഞാലോ കേൾക്കുള്ളൂ ആൾക്കാർക്ക്. അല്ലെങ്കിൽ ഞാൻ മൈക്കൂരും പറയും. ഇതൊക്കെ നമുക്ക് കളേഴ്സ് ഉണ്ട്, ഷെയ്ഡ്സ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, പേസ്റ്റൽ ഷെയ്ഡ്സ് വേണമെങ്കിൽ അതും ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വെറ്റർ സെക്ഷനായി. ഇനി ഇപ്പുറത്ത് വരുമ്പോൾ കർട്ടൻസ് എന്ന് പറയുമ്പോൾ ഡോറിലേക്കും ഉണ്ട്, വിൻഡോസിനും ഉണ്ട്. അങ്ങനത്തെ കർട്ടൻസിന് നമുക്ക് ഏകദേശം ഒക്കെ എത്ര വരും? എല്ലാം ഇത് നമുക്ക് 70% ഡിസ്കൗണ്ട് ആണ്. അപ് ടു 70% വരെ ഡിസ്കൗണ്ടിലാണ് കർട്ടൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. 120 പറയോ? അടുത്ത ആള് മാറി പിടിക്കാന്നേ. ഓക്കെ, നമുക്ക് ഡോർ കട്ടിന് വരുമ്പോഴത്തേക്ക് 400 70% ഡിസ്കൗണ്ട് ആണ് വരുന്നത്. അപ്പൊ 120 രൂപ വരും. 120. അതെ, 120 രൂപയ്ക്ക് നമുക്ക് വിൻഡോ കർട്ടൻ കിട്ടും. 135 ഡോർ കർട്ടൻ കിട്ടും. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കർട്ടൻസ് വരുന്നത്. അപ്പൊ കർട്ടൻസും നല്ല അടിപൊളി ഷെയ്ഡ്സ് ഉണ്ട്. കുറെ മേടിക്കാം നമുക്ക്, മാറി ആഴ്ചയിൽ ഇടാം.
വിരുന്നാര് വരുമ്പോ ഒക്കെ മാറി മാറി കിടക്കട്ടെ എന്നല്ലേ? അതെ. കർട്ടൻസും എപ്പോഴും ഉണ്ടാവും ട്ടോ. പിന്നെ ഇതില് അങ്ങനെ സെറ്റ് ബേസ് അല്ലല്ലോ, നമുക്ക് ഓരോ പീസ് ഒന്ന് വല്ല ഷോർട്ടേജ് വരാണെങ്കിൽ അപ്പൊ അതാ ഞാൻ എടുത്തു ചോദിച്ചാൽ ഈ ഒരെണ്ണായിട്ട് കിട്ടുമെന്ന് വെച്ചാൽ പറയുമ്പോ അല്ല, നമുക്ക് ഇങ്ങനെ സെറ്റ് ആയിട്ട് എടുക്കണം. പിന്നെ നേരത്തെ നമ്മുടെ ചേട്ടൻ കൊല്ലത്ത് നിന്ന് വന്ന ചേട്ടൻ സോഫ സെറ്റിന്റെ കവറാണ് എടുക്കാൻ വന്നത്, ഞാനത് പ്രത്യേകിച്ച് എടുത്ത് നോട്ട് ചെയ്തു. പിന്നെ ഇതൊക്കെ കർട്ടൻസിന്റെ ഏരിയ അല്ലേ? ഓക്കെ, കർട്ടൻസിന്റെ ഏരിയയിൽ 70% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ഇത് ലൈനിങ് അല്ലേ മോളെ? മൽക്ലോത്ത് നമ്മുടെ ഷിമ്മിക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷിമ്മിക്ക് കൂടുതൽ ഉപയോഗിക്കണേ. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കടകളിൽ ഞാൻ പറഞ്ഞു വരുന്നത് വലിയ വലിയ കടകളിലൊക്കെ പോണ്ടെന്നല്ല, പോയാലും റേറ്റും കൂടി നോക്കണം. റേറ്റ് നോക്കണം. അത് ചിലപ്പോൾ അവിടുത്തെ എന്താ പറയുക AC, അവിടുത്തെ വലിയ സെറ്റപ്പ് ഇതൊക്കെ വരുമ്പോഴേക്കും മാറ്റങ്ങൾ വരും. പക്ഷെ ക്വാളിറ്റി രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് വിലക്കുറവ് നോക്കിയിട്ട് എവിടെയാ വെച്ചാൽ അവിടെ നിന്ന് എടുത്താൽ പോരെ അല്ലേ? അതെ. പിന്നെ വരുന്ന സെക്ഷൻ പിന്നെ ഇത് നമ്മുടെ മലിന്റെ സെക്ഷനായി. ഇത് നമ്മുടെ ആണുങ്ങളുടെ വൈറ്റ് ഷർട്ടാണ്. വൈറ്റ് മാത്രം മറ്റേ മിനിസ്റ്റർ വൈറ്റ് ഷർട്ട് മാത്രം. അതിൽ സൈസസും ഉണ്ട്. അതെ, വൈറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ എടുത്തല്ലേ പറ്റുള്ളൂ, നമുക്ക് ചേട്ടന്മാരാണെങ്കിൽ വിഷമിക്കില്ലേ, അവരും പിണങ്ങും, അതാണ്. പിന്നെ നമ്മുടെ സാരിയുടെ സെക്ഷൻ, നമ്മുടെ അമ്മച്ചിമാരെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇപ്പൊ ടീനേജുകാർക്കും ഇപ്പൊ സാരി വേണമെന്നേ. പിന്നെ റേറ്റ് കുറവിന് കിട്ടിയ പിന്നെ പറയേ വേണ്ട. അതെ, ഇതിലൊക്കെ നമുക്ക് എങ്ങനെയാ വരുന്നത്? ചേട്ടൻ ഈ സെക്ഷനിലുള്ളതാണോ? പറഞ്ഞു മൈക്ക് എവിടെയാണ്? ഓക്കെ, ഇതിന് വരുമ്പോഴത്തേക്ക് 399 ആണ് വരുന്നത് ഈ സാരി കേട്ടോ. ക്രോസ് സ്റ്റിച്ച് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. 399 വിത്ത് ബ്ലൗസ്. 399 സാരി വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് ഇതിൽ ഡിഫറെന്റ് കളേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ 419 വരും. ഇത് 299, അത് 490 ഫോയിൽ പ്രിന്റിലാണ്. ഇതില് കുറെ വെറൈറ്റീസ് ഉണ്ട്. അതെ, കുറെ വെറൈറ്റീസ് ഇവിടെ പല പല ഫോയിൽ പ്രിന്റിലാണ് ഇത് വരുന്നത്. അന്നാ ഈ സാരിയുടെ റേറ്റ് 299 സാരി കേട്ടോ. ഒരു ലിനൺ ബേസ് ആയിട്ട് വരുന്നതാണ്. വിത്ത് ഇങ്ങനെ ഒരു കസുവിന്റെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ പ്രിന്റഡ് ആണ്. ഇതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ജസ്റ്റ് 299 നമുക്ക് ഈ ഒരു സാരി കിട്ടിയ ആരായാലും അല്ലേ, പിന്നെ മാറി മാറി ഇടാലോ. ഇത്രയല്ലേ റേറ്റ് വരണം. ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കണം ഇതിനേക്കാളും കൂടുതൽ കാശ്. അപ്പൊ ഇത് ഫുൾ സാരീസിന്റെ സെക്ഷനാണ്. ഒരു 299 ഒരു 2 സാരിയും കൂടി ഒന്ന് എടുക്കാൻ പറ്റുമോ? പറയുമ്പോഴേക്കും ചടപട. ഇവർ നേരത്തെ ആരോട് പറഞ്ഞു കസ്റ്റമർ സർവീസ് അടിപൊളിയാണെന്നുള്ളത് ഉള്ളത് തന്നെയാണ്. നമുക്ക് നേരിട്ട് കാണുന്നുണ്ടല്ലോ. പിന്നെ എന്താണ് ഇതൊക്കെയാണ് 299 സാരീസ്. 299 സാരി ഏത് പ്രിന്റ്? ഇതൊന്ന് വന്ന് ഇങ്ങനെ നോക്കിക്കോ. ഫുൾ 299 സാരീസ് കുറേ ഉണ്ട് അല്ലേ? അതെ, ഒരുപാടുണ്ട്. പിന്നെ ഇവരുടെ സ്റ്റോക്ക് വേറെ ഒരു സ്ഥലത്ത് കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഷോപ്പിലത്തെ കാര്യം മാത്രമാണ് കേട്ടോ ഫോക്കസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കണത്, നിങ്ങളിലേക്ക് കാണിക്കണത്. ഇത് നമ്മുടെ കൊതുവല. അതെ, മോസ്കിറ്റോ നെറ്റ്. ഇത് കണ്ട അപ്പൊ കാരണം ഇതിന്റെ കളർ അങ്ങനെയാണ് അല്ലേ? മോസ്കിറ്റോ, നമ്മുടെ കുട്ടികളുടെ കൊതുവല എന്ന് പറയും. മോസ്കിറ്റോ എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കാര്, നമുക്ക് അത് വേണ്ട, മലയാളം പഠിക്കാം. കൊതുവല. അപ്പൊ അതും ഉണ്ടെന്ന്. ഇത് സൈസ് ബേസിൽ നമുക്ക് അവൈലബിൾ ആണ്. സിംഗിൾ മുതൽ കുട്ടികളുടെ അല്ല, ഇത് ബെഡിൽ വിരിക്കുന്ന കൊതുക് വലയാണ്. അതെ, കുട്ടികളുടെ ഉണ്ട് അല്ലേ? കുട്ടികളുടെ ഉണ്ട്, വലിയവർക്കുള്ള കൊതുവലയുണ്ട്. ഇനി എന്ത് വേണം? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലാങ്കറ്റ്സ് എന്ന് പറയുമ്പോൾ ബൈ 1 get 2 ആണ് ഓഫർ. ഗെറ്റ് 2 ഓഫർ എന്ന് പറഞ്ഞാൽ ഗെറ്റ് 2 ഫ്രീ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ബ്ലാങ്കറ്റ് മേടിക്കുമ്പോൾ അതിന് നമുക്ക് 2 ബ്ലാങ്കറ്റ് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ബ്ലാങ്കറ്റിന്റെ റേറ്റ് ഒന്ന് പറഞ്ഞാലോ? ബ്ലാങ്കറ്റിന്റെ റേറ്റ് ഈ മൈക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ? ഓക്കെ, അന്ന് പറയടാ സ്വാതി. 799 ആണ്. പക്ഷെ ഒന്ന് എടുക്കുമ്പോൾ 2 ഫ്രീ ആയിട്ട് കിട്ടും. ഇത് കംഫർട്ട് ഒരെണ്ണം എടുക്കുക. 799 ഈ ഒരു കംഫർട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം മേടിക്കുമ്പോൾ 2 ഫ്രീ. ഇഷ്ടമുള്ള കളർ നോക്കി തെരഞ്ഞെടുക്കാം. അതിന്റെ സെലക്ഷൻസ് ആണ് ഇവിടെ മൊത്തം ഇരിക്കുന്നത് കേട്ടോ. ഇത് ഈ ഓഫർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഓഫർ അല്ല, എപ്പോഴും ഉള്ള ഒരു ഓഫർ തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു കടേനെ കുറിച്ചിട്ട്. കാരണം സീസൺ സമയത്ത് ഓഫർ വെക്കണത് അതൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഡാമേജ് ഒക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഇവിടെ എപ്പോഴും ഓഫർ ഉണ്ട്, എപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ഒരു ഗുഡ് മോർണിംഗ് സ്റ്റോർ ചോദിച്ച് വരണമെന്നുണ്ടെങ്കിൽ അല്ലേ, ഇവിടുത്തെ ഡിസ്കൗണ്ട് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. അത് 365 ദിവസം. ഇനി ഒരു കടയും കൊണ്ട് ഉണ്ട് വരെ. അവിടെയാണ് ഗംഭീര ആണുങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കുള്ള യൂണിഫോംസ്. പിന്നെ ഇത് നമ്മുടെ കംഫർട്ടായി. അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ബ്ലാങ്കറ്റ് ഒക്കെ വരുമ്പോൾ
ഇതെല്ലാം 40% ഡിസ്കൗണ്ട് ആണ്. 40% ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലും ഉണ്ടല്ലോ ബൈ വൺ ഗെറ്റ് ടു. ഇതാണ് ബൈ വൺ ഗെറ്റ് ടു. ഓക്കെ, ബൈ വൺ ഗെറ്റ് ടു ആണ്. 999 3 കിട്ടും. 999 3 ബ്ലാങ്കറ്റ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം മേടിച്ചാൽ 3 കൊണ്ടുപോകാൻ പറ്റും. 3 കൊണ്ടുപോകാം. അതുപോലെ ഇത് ബ്ലാങ്കറ്റ് ആയി. ഡബിൾ സൈസ് ആണ്, വലിയ സൈസും ആണ്. ഓ, സിംഗിൾ ഉണ്ട് പറയുന്നതല്ല, വലിയ കിങ് സൈസ് ആണ് പറയുന്നത്. എന്നാൽ സിംഗിൾ സൈസസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ടർക്കികൾ, വലിയ ടർക്കികൾ എല്ലാം 70% ഡിസ്കൗണ്ട്സ് വരും. ബാത്ത് ടവൽസിനെല്ലാം 70% ഡിസ്കൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ്. ആഹാ, എന്ത് രസമുണ്ടല്ലേ. ടേബിൾ ഷീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ നിസ്സാര നമ്മുടെ വീട്ടമ്മമാർ അന്വേഷിച്ച് നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പല സ്ഥലത്തും കിട്ടാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ സൈസസ് ഒക്കെ നിങ്ങൾ വന്ന് നോക്കിയാൽ മതി. ഇത് നമ്മുടെ ടേബിൾ മാറ്റാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓവൽ ഷേപ്പിലുണ്ട്, റൗണ്ട് ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അങ്ങനെ പല ഷേപ്പിലുണ്ട്. ഈ ഫുൾ അതിൽ നമുക്ക് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളതും സെപ്പറേറ്റ് ട്രാൻസ്പെറൻറ്റ് ചോദിക്കുന്നവർക്ക് അതും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഇതിലും ഉണ്ടല്ലേ ഡിസ്കൗണ്ട്? ഇതിനും ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഇല്ലാത്ത സാധനങ്ങൾ അതായത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? അതാണ്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബർ ഷീറ്റുകൾ, അതിൽ ട്രാൻസ്പെറൻറ്റ് വരുന്നുണ്ട്, പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്, പല മെറ്റീരിയൽസിൽ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ഹാർഡ് ആയിട്ടുള്ളത്. പിന്നെ ബെഡിൽ ഫുൾ ആയിട്ട് വിരിക്കാനായിട്ട് കുട്ടികളൊക്കെ ഉമ്പുളുമ്പളേ അല്ലേ, അതിനുള്ളത്. ടേബിളിൽ തന്നെ വെക്കാനായിട്ട് മുറിച്ചെടുക്കുന്ന പീസസ് ആണ് ഇത് ടേബിൾ ഷീറ്റ് ആണ്. ക്ലിയർ ഷീറ്റ് ഉണ്ട്, അതിന്റെ തന്നെ വെറൈറ്റീസ് ഉണ്ട്. ഇത് ഈ കാണുന്നത് ഇവിടെ പ്രിന്റിലും ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിനിൽ വരുന്നുണ്ട്, ട്രാൻസ്പെറന്റ് ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മുറിച്ചെടുക്കും. ചിലർ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കുറേ ഡൈനിങ് ടേബിൾസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ക്യാപ്സുകൾ, ആഹാ അടിപൊളി ക്യാപ്പുകൾ, കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ആവാന്ന് അല്ലേ. പിന്നെ ഇതാ ഇവിടെയും കുറേ, അത് മാത്രമല്ല, അതൊരു ഡിസ്പ്ലേ മാത്രമാണ്. ഇതേ ഈ ഒരു കൊട്ട നിറച്ചത് ഫുൾ നമുക്ക് ക്യാപ്പ് ഒരെണ്ണം നമുക്ക് എടുത്തു. വേറൊരു ക്യാപ്പ് അങ്ങോട്ട് ഞാൻ കണ്ടുകൂടെ. ബാക്കിയൊക്കെ ക്യാപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ക്യാപ്പ് ഒരു വ്യത്യസ്തതയില്ലേ. ഗൾഫ് കളിക്കും, ഗോൾഫാ എന്താ പറയാ, ഗോൾഫ് ക്യാപ്പ്. ഞാൻ കളിച്ചിട്ടുമില്ല, ഞാൻ ആ ഏരിയയിൽ ആ പ്രദേശത്തേക്ക് പോയിട്ടുമില്ല. പക്ഷെ പ്രദേശത്തേക്ക് പോകുന്ന ഒരു സംഭവമാണ് ഈ ഒരു ക്യാപ്പ്. അതെന്തായാലും നമുക്ക് ഇടാലോ അല്ലേ, സെറ്റാണ്. അപ്പൊ ഇതുപോലത്തെ ഇതിൽ സൈസസ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഇത് ജെൻസ് ഒരു സൈസ് ഫ്രീ സൈസ് ആണ് ഇത് വരുന്നത്. അന്നാ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു എന്താ പറയാ മെൻസിനുള്ളതാ. പക്ഷെ കുട്ടികൾക്കുള്ള ക്യാപ്സുകളും ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്നുള്ളത് ഏത് സൈസല്ല പറയണത്, പല ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ക്യാപ്സുകളാണ് ഇരിക്കണത്. ഓഹ്, എനിക്ക് വയ്യ, എന്തൊക്കെ വേണം ഇവിടെ. ഇത് തുണി ഉണക്കാനുള്ള ക്ലിപ്പ്, ഇത് എന്താ പറയാ പുറം വരയ്ക്കാനുള്ളത്, പുരം വരയ്ക്കുന്നത്. എനിക്ക് വയ്യ, എന്തൊക്കെ സാധനം ഇവിടെ കിട്ടുന്നത്. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് നോർമൽ ഒരു റീസണബിൾ റേറ്റ് ഒക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെ വലിയ കണ്ടിട്ട് 60 റുപ്പീസ് ഉള്ളതിന് കണ്ടിട്ട് ആ ഒരു റേഞ്ചൊക്കെ ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത് കുളിക്കുന്നതിന്റെ ഒരു സെക്ഷൻ, കുളിക്കാൻ മടിയുള്ളവർക്കാണ് ഇതൊക്കെ. പറ്റിയില്ലെങ്കിൽ ചോട്ടവർ കൊണ്ട് 2 അടി. പിന്നെ എന്താ നമ്മുടെ ഇത് ബൈക്കിനുള്ളത്. പിന്നെ അങ്ങനെ നിസ്സാര കാര്യങ്ങൾ. ജസ്റ്റ് ഇതിൻ്റെ ഒന്നും പ്രൈസ് ഞാൻ എടുത്തു പറഞ്ഞില്ല, പക്ഷെ അങ്ങനത്തെ നിസ്സാര കാര്യങ്ങൾ A to Z നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. ഈവൻ പാറ്റ ഗുളിക വരെ പോരെ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ ഡ്രസ്സ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഐറ്റംസ് മേടിക്കാൻ വേറെ ഷോപ്പിലേക്ക് പോകണം. സമയം ഇപ്പം ലാഭിക്കാം, നമുക്ക് ഓരോ കടയിൽ തന്നെ എല്ലാം കിട്ടും. പല്ലൂത്തി വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നിസ്സാര കാര്യങ്ങൾ വരെ. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി, ഇത് ക്വാണ്ടിറ്റി കുറവുള്ളത്, പോക്കറ്റിലൊക്കെ വെച്ച് പോണ സൈസസ് A to Z എല്ലാ ഐറ്റംസും ഉണ്ട്. റിലീഫ് അങ്ങനെ തുടങ്ങി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ മൊത്തം അങ്ങനത്തെ ഒരു സ്റ്റേഷനറി ഐറ്റംസ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് മറക്കണ്ട കാണാൻ. കാരണം നമ്മൾ നേരത്തെ അവിടെ കുറച്ചൊക്കെ കാണിച്ചുള്ളൂ, അതിൻ്റെ ബൾക്ക് ഇരിക്കുന്നതാണ് ഈ ഒരു മേശര വിരി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ചീർപ്പ്, ഇതിൻ്റെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം കുറേ പേരൊക്കെ പേഴ്സണലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ലിബം, അങ്ങനെ ചെറിയ നമ്മുടെ നീഡ്സുകൾ, ആ നീഡ്സുകളൊക്കെ ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പും കൂടിയാണ്. പിന്നെ ക്ലിബ്, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? അതെ, കുഞ്ഞു ഐറ്റംസ് തൊട്ട് വലിയ ഐറ്റംസ്, വലിയ ഐറ്റംസ്. കൊട, കാലുകൊട, സോപ്പ്, വാട്ടർ ബോട്ടിൽ, അങ്ങനെ തുടങ്ങി നൂല്. ഇത് നമ്മുടെ കിറ്റ് അല്ലേ കുട്ടികൾക്ക്, എംബ്രോയിഡറി കിറ്റ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ ഇത് മറ്റേ ഹാങ്കിങ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ A to Z പോലെ
ഞാൻ വിചാരിച്ച ഐറ്റം ഇവിടെ വന്നാൽ കിട്ടുന്ന ആ ഒരു ഫീലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മുടെ കിച്ചൺ ടവൽ തൊട്ട് നമുക്കിങ്ങനെ കാലൊരിക്കാനുള്ള ബ്രഷ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. കാലൊരിക്കണ ബ്രഷാണോ ഇത് മെയിനായിട്ടാണ് നമ്മുടെ കുപ്പിയുടെ കോമ്പ് ക്ലീൻ ചെയ്യാൻ. നമ്മുടെ കാർക്കൊക്കെ ഇല്ലേ, കുപ്പിയുടെ കാർക്കൊക്കെ വരുമ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ അങ്ങനത്തെ ചെറിയ ചെറിയ ആക്സസറീസ് വരെ ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ചീർപ്പുകൾ, ഈ ചീർപ്പൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട് അല്ലേ? അതെ നല്ല മൂവ്മെന്റ് അല്ലേ? അങ്ങനെ. പിന്നെ നമ്മുടെ ഇന്നർ വെയറിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്നർ വെയറിലൊക്കെ നമുക്ക് എത്ര റേഞ്ച് തൊട്ടാണ്? 30% ഡിസ്കൗണ്ട് ആണ് ഇന്നേഴ്സിന്. എങ്ങനെയാ കയറി 30% വരെ ഡിസ്കൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നർ വെയർ സെക്ഷൻ. അതിൽ മെൻസിന്റെ ഉണ്ട്, ജെൻസിന്റെ ഉണ്ട്, അല്ലെങ്കിൽ ജെൻസിനുണ്ട്, ലേഡീസിനുണ്ട്, കിഡ്സിനുണ്ട്. കിഡ്സിനും ഉണ്ട്. ഓക്കെ, അതിന്റെ കുറച്ച് വെറൈറ്റി ഒന്ന് 30% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. ഇതെല്ലാം 75 rupees ആണ്. പക്ഷെ ഇതിലും 30% ഡിസ്കൗണ്ട് വരും ഇന്നർ വെയർ കേട്ടോ. ഇന്നേഴ്സിന്. പിന്നേഴ്സ്. അപ്പൊ പൂക്കളുള്ളത് വേണോ ഇല്ലാത്തത് വേണോ നിങ്ങൾ തീരുമാനിച്ചോ? അത് ഇതാ പ്ലെയിനിലുണ്ട്, പൂക്കളുള്ളതുണ്ട്. അപ്പൊ ഈ 2 ടൈപ്പാണ് മെയിനായിട്ട്. പിന്നെ ഇന്നർ എലാസ്റ്റിക് ഔട്ടർ എലാസ്റ്റിക് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വന്ന് നോക്കാം. ഇതൊന്നും ഓൺലൈൻ ഇല്ല, ഡയറക്റ്റ് വരാം, നോക്കാം, എടുക്കാം. 50% ഡിസ്കൗണ്ട് വരുന്നതാണ്. ഒരു കോംബോ ആയിട്ട് വരുന്നതാണ് 2 എണ്ണം. ഇതിന് ബോട്ടിലിന് 50% ഡിസ്കൗണ്ട് വരും 2 എണ്ണത്തിന് കൂടെ ചേർത്ത്. 2 എണ്ണത്തിന് 50% ഡിസ്കൗണ്ട്. ഇപ്പൊ ഈ ഒരു കോംബോ എടുത്താൽ മതിട്ടോ. അപ്പൊ ഇതിൽ 2 എണ്ണം കിട്ടും. ബാക്കിയുള്ള കുപ്പി അച്ചാറിടാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നർ വെയറിന്റെ ഒരു സെക്ഷൻ വരുന്നത്. അന്ന് ഇവിടെ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. എന്റെ മുഖം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് മുഖം കണ്ടില്ലെങ്കിലും ഐറ്റം കണ്ടാൽ മതി. ഡിസ്റ്റർബൻസ് എന്ന രീതിയിലാണ് നമ്മൾ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത്. അതാണ് കസ്റ്റമർ കാണുള്ളൂ. ഡിസ്റ്റർബൻസ് ആകുമ്പോൾ കേട്ടോ. ഇതെന്താ നേരത്തെ ആ ചേട്ടൻ കൊണ്ടുപോയ ഷോള്? സ്വീകരണ ഷോള്. ഇതൊക്കെ വെറും 270, 300 ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. ഇത് വുള്ളൻ ടൈപ്പാണ്. തണുപ്പത്തൊക്കെ ഉപയോഗിക്കുന്നത് ഏജ് ആയ ആൾക്കാർ. പശ്മിന ഷോളാണത്, ഫുൾ വീവിംഗിൽ വരുന്നത്. അതിലും ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഇതാണ് കൂടുതൽ നമുക്ക് സ്വീകരണ ഷോളായിട്ട് യൂസ് ചെയ്യുന്നത്. അതില് ഡാർക്കും വരുന്നുണ്ട്, പക്ഷെ കൂടുതൽ ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ഇതാണ് ഇവരുടെ സ്റ്റോറിൽ ഞാൻ കണ്ടിടത്തോളം കൂടുതൽ ഈ ബെഡ്ഷീറ്റ്, തോർത്ത്, സ്വീകരണ ഷോളുകൾ, ഇതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ്. നമുക്കിപ്പം പറഞ്ഞു അത്യാവശ്യ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. എന്ന് പറയുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് വരും. പിന്നെ നമ്മുടെ ആദ്യ കുർബാനയ്ക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ്, റീത്ത്, നമ്മുടെ ക്രൗണ്, ഗ്ലൗസ്, അങ്ങനത്തെ ഐറ്റംസ് നമ്മുടെ കയ്യിൽ അതുണ്ട്. പിന്നെ ഫാൻസി ഡ്രസ്സിന് നമ്മുടെ ഇപ്പം ഓഗസ്റ്റ് 15 അതാണ് നമ്മുടെ ആ ജുബ്ബ സെറ്റൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജുബ്ബ സെറ്റ് അതൊക്കെ ഒരുപാട് തപ്പി നടക്കേണ്ടി വരും. ജുബ്ബ സെറ്റിനൊക്കെ അതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഇതൊരു നമ്മുടെ ഷോളാണ്, സ്വീകരണ ഷോളാണ്. അന്നാ നമുക്ക് തോർത്തുകളും ഉണ്ട്. കാറിനിടുന്ന തോർത്താണ് വേണം, മേല് തുടക്കാനുള്ള തോർത്താണ് വേണം, ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. അതെ, കാർഡവൽ ഉണ്ട്, കാറിന്റെ ടർക്കീസ്, പിന്നെ നമുക്ക് കളർ തോർത്തുണ്ട്, പ്രിന്റ് തോർത്തുണ്ട്. 240 ഉള്ളൂ. അതെ, അത് ടർക്കിയാണ് കേട്ടോ പറയണത്. പിന്നെ നോർമൽ തോർത്തെന്ന് പറഞ്ഞ 20% ഡിസ്കൗണ്ട് വരും എല്ലാത്തിനും. തോർത്തിന്റെ സെക്ഷൻ ആണ് ഈ ഫുള്ള്. അതുപോലെ ഇത് ബെഡ്ഷീറ്റും ഉണ്ട്. ബെഡ്ഷീറ്റിനൊക്കെ ഓഫർ കിട്ടില്ല. അതെ, ബൈ 1 get 2 ഉണ്ട്, get 3 ഉണ്ട്, get 4 ഉണ്ട്. അത് 2-3 ടൈപ്പ് ഒക്കെ ഉണ്ട്. വെറൈറ്റീസ് ഉണ്ട്. സിംഗിൾ ഉണ്ട്, ഡബിൾ ഉണ്ട്, അതെല്ലാം ഉണ്ട്. എല്ലാ വെറൈറ്റീസും നമ്മുടെ ബെഡ്ഷീറ്റ് അവൈലബിൾ. അതും കോട്ടൺ ബേസിലായിട്ട് വരുന്നത്. കോട്ടൺ, പ്യുവർ കോട്ടണിൽ വരുന്നുണ്ട്. പ്രിന്റഡ് ഇഷ്ടം പോലെ കിട്ടും. വരാൻ നോക്കാം, അങ്ങോട്ട് പറക്കി എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാ. ഹോസ്പിറ്റൽ ബെഡ്ഷീറ്റ് ഉൾപ്പെടെ നമുക്ക് അവൈലബിൾ ആണ്. എന്റെ പൊന്നെ, അവരെ വരെ വിട്ടിട്ടില്ല എന്നുള്ളത്. ഹോസ്പിറ്റൽ ബെഡ്ഷീറ്റ് ഇതും ഉണ്ടെന്ന്. അതെ, ഹോസ്പിറ്റൽ ബെഡ്ഷീറ്റ് ഉണ്ട്, പ്ലെയിൻ വൈറ്റ് ബെഡ്ഷീറ്റ്സ് ഉണ്ട്, പ്യുവർ കോട്ടൺ ബെഡ്ഷീറ്റ് ഉണ്ട്. ബ്ലാങ്കറ്റും കംഫർട്ടിന്റെ കാര്യം പറഞ്ഞാൽ എന്നാ പൊതുപ്പ്, പണ്ടൊക്കെ ആൾക്കാർ കൂടുതൽ യൂസ് ചെയ്യുന്ന പൊതുപ്പ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അവര് വിടൂല അല്ലേ? അതെ, നമുക്കിത് അലർജിയാണ്, നമുക്ക് കംഫർട്ടാണ് വേണ്ടത്. പക്ഷെ അവർക്ക് പൊതുപ്പാണ് കൂടുതൽ ഇഷ്ടം. അതിനും റേറ്റ് അതില് 198 രൂപയുള്ളൂ പൊതുപ്പിന്. സെറ്റ്. പിന്നെ നമുക്ക് ഈ ഒരു സെക്ഷൻ നമ്മുടെ ലഞ്ച് ടവൽസ് ആണ്. അതെ, ലഞ്ച് ടവൽസ് കുട്ടികളുടെ പാത്രം കെട്ടാനുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് പ്രത്യേകിച്ച് ഓർമ്മ വന്നത്. എന്നാൽ ബാഗ്സും അവൈലബിൾ ആണ്. ഈ ബാഗ് ട്രാവലിംഗ് പൗച്ചസ് ആണ്. ലഞ്ച് ബാഗ് ഉണ്ട്. അങ്ങനെ നിസാര ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ ചവിട്ടികള്, മാറ്റുകള്. ഇവര് മാറ്റൊക്കെ പറയും, ഞാൻ ചവിട്ടിയെ പറയുള്ളൂ. അത് ചവിട്ടാനുള്ളതല്ലേ ചവിട്ടി. അതെ, 70% ഡിസ്കൗണ്ട് ആണ് നമുക്ക് ഇതിന് വരുന്നത് മാറ്റ്സിന്. അതെ, ഓക്കെ. ഇത് 16 രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 16 രൂപ, 80 രൂപ, ഇത്ര വരുന്നുള്ളൂ. പിന്നെ ഓരോ ക്വാളിറ്റിക്ക് റേറ്റ് നമുക്ക് വ്യത്യാസമുണ്ട്. നീളം ഉള്ളതുണ്ട്, നീളം കുറഞ്ഞതുണ്ട്, നമുക്ക് ഫ്രണ്ടിൽ ഇടാവുന്നതുണ്ട്, ബാത്റൂം മേറ്റ്സ് ഉണ്ട്,
ഒരുപാട് variety ഉണ്ട്. ഡിഫറെന്റ് റേറ്റ് അതെ, അതെ. ആയിരിക്കും. അപ്പൊ എന്തായാലും അപ് ടു 70% വരെയാണ് ഈ ഒരു മാച്ചിൽ വരുന്ന ഓഫേഴ്സ്. പിന്നെ ഞാൻ ഇനി കടരെ പുറത്തേക്ക് ഇറങ്ങാൻ പോകും. കുട്ടികൾ വരുമ്പോൾ കളിക്കാനും തട്ടാനുള്ള ബോൾസും അവൈലബിൾ ആണ്. പിന്നെ പായ, എന്റെ പൊന്ന് പായ ഒക്കെ അതെ ഉണ്ടോ? അതെ പായുണ്ട്. അത് ചെറിയതും പായ വലുതുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട്, പുൽപ്പായ അതെ എന്നൊക്കെ പറയാം. ട്രാവലിംഗ് പായ ഉണ്ട് നമ്മുടെ. ട്രാവലിംഗ് അതേതാ ഇത്? അതെ ഓക്കെ, ട്രാവലിംഗ് പായ. കണ്ട എന്റെ സ്റ്റൈലിൽ പിടിച്ചു. അവര് എന്താ പറയാ, സാധാരണ എന്താ പറയാ, നിങ്ങൾ പായ തന്നെയാണോ? പായ. പായ, ഓക്കെ. ഇതിലോട്ടെ ഇത് ട്രാവലിംഗിന് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ പിന്നെ neck pillows ഉണ്ട്. പില്ലോസ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്ത് റേഞ്ച് വരും? 200 രൂപ. 200 രൂപയ്ക്ക് നെക്ക് പില്ലോ. വാവ്. നമ്മുടെ പില്ലോസ് ഉണ്ട്, കുഷൻസ് ഉണ്ട്. 50% ഡിസ്കൗണ്ടിലാണ് കേട്ടോ പില്ലോസ് ഒക്കെ വരുന്നത്. പില്ലോസ് എന്ന് പറയുമ്പോൾ വെറും പില്ലോസ് അല്ല, നമുക്ക് കാറിൽ യൂസ് ചെയ്യുന്ന പില്ലോസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. കാർട്ടൂൺ കാറ്റഗറിയിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൂക്കളുണ്ട്, പംകിൻ ഉണ്ട്. ഇതിന് 99 ഉള്ളൂ. ഇതിന് 99, ഇതിന് 428 പകുതി വരും. ഇത് 99 ആണ് കേട്ടോ ഈ ഒരു നീല പിടിച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ പിന്നെയും റേറ്റ് മാറ്റം വരും. പക്ഷെ എന്തായാലും അപ് ടു 50% വരെ നമുക്ക് പില്ലോസിനും ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇങ്ങനത്തെ ഇതിന് ചെയർ പാഡ് എന്ന് പറയല്ലേ, ചെയർ പാഡുകൾ അതും നോക്കാം. അതിലും 2-3 ടൈപ്പ് വരുന്നുണ്ട്. ചെയർ പാഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉയരം കുറഞ്ഞവർക്കുള്ളതാണ് അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, കംഫർട്ട് അനുസരിച്ച് ചിലർക്ക് ഇച്ചിരി ഹൈറ്റിൽ ഇരിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവര് ചൂസ് ചെയ്യുന്ന ഇതായിരിക്കും കൂടുതൽ. പിന്നെ ചാരി ഇരിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുണ്ട്. ഇതല്ലേ നമ്മുടെ ചെയർമ വയ്ക്കാൻ. ഓക്കെ. അപ്പൊ അങ്ങനെ ഞാൻ പറയില്ലേ, നിസ്സാര കാര്യങ്ങൾ നമ്മൾ തപ്പി വരുമ്പോ അത് വരെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഈ ഒരു ഹാങ്കേഴ്സ്. ഈ ഹാങ്കർ, ഇത് ഹാങ്കർ തന്നെ. ഈ ഹാങ്കേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ക്ലിപ്പില്ലേ, അതിന്റെ റൗണ്ട് ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് പ്ലാസ്റ്റിക്കിന്റെ ആണ്. പ്ലാസ്റ്റിക്കും നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് ആണ് വരുന്നത്. പിന്നെ ഇത് കിണർ വല, ഇത് എവിടെ കിട്ടാം അല്ലേ നമുക്ക്. അതുപോലെ തന്നെ താർപ്പായ, ഇതും ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ അഡൽറ്റിനുള്ള പാമ്പേഴ്സ് അല്ലേ? അതെ. കുട്ടികൾക്കുള്ള സ്നെഗി അത് ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറെ കണ്ടിട്ടുള്ള കേട്ടപ്പോൾ. വലിയവർക്കെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെക്ഷനിൽ പോയാൽ മാത്രം അത് അവൈലബിൾ ഉള്ളൂ. പക്ഷെ അതും വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇനിയും ഒരു കട എടുക്കാനുണ്ട്, നമുക്ക് പോയാലോ? നമുക്ക് വാ. അപ്പൊ അങ്ങനെ 8 to Z എല്ലാ ഐറ്റംസ് ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് ഇപ്പൊ പിന്നെ ഈ ഒരു സംഭവം ഉണ്ട്. എന്തായാലും ഇതും കൂടി ആവശ്യമാണ്. യോഗ മാറ്റ്സ് ഉണ്ട്. അത് ഒന്ന് നടന്ന് ഒരെണ്ണം മതി. 2 കാലം കൊണ്ട് ഒരു കാലം ഇങ്ങനെ ഒന്ന് കാലുവേദന, മുട്ടുവേദന, ആവശ്യത്തിന് നടക്കാനായിട്ടുള്ളത് ഉണ്ട്. ഇവിടെ ഒരു നമ്മുടെ ഉടുപ്പ്, പിന്നെ ഷോർട്സ് ഷോർട്സിന്റെ ഒരു സെക്ഷൻ വരും മോളെ. നമ്മുടെ ഷോർട്സിന്റെ ഒരു സെക്ഷൻ കൂടി ഒന്ന് നമുക്ക് കാണിച്ചു തരൂ. ഷോർട്സ് നമുക്ക് കോട്ടൺ ഷോർട്സ് അവൈലബിൾ ആണ്. കോട്ടൺ ഷോർട്സ് ഉണ്ട്. ഏകദേശം എത്ര വരും? ഞാനൊന്ന് രാജാവാട്ടോ. കുറച്ച് 205, 200 മുകളിലോട്ട്, അല്ലെങ്കിൽ 200 കുറച്ച് 195 അതൊക്കെ വരും. പ്യുർ കോട്ടൺ ആണ്. അതിന്റെ സൈസസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഷോർട്സ് ഷോർട്സ് വരുമ്പോഴത്തേക്കും സ്മോള്, മീഡിയം, ലാർജ്. നമുക്ക് ഇതിനകത്ത് കുട്ടികളുടെയാണ് ഒരു 12, 13, 14 വയസ്സ് വരെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട്. ട്രാക്ക് പാൻസും അവൈലബിൾ. ട്രാക്ക് പാന്റ്, ട്രാക്ക് പാൻസ് കുട്ടികൾക്കുള്ളതാണ്. വലിയവരുടെ അല്ല, 14 വയസ്സ് ആ ഒരു റേഞ്ച് മാത്രമേ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം താഴെയാണ്. ഡെയിലി വേറെ ഐറ്റംസ് ആണ് കേട്ടോ ഇത് മെയിൻ ആയിട്ട് വരുന്നത്. അതുപോലെ ഈ കാണുന്നതൊക്കെ മൊത്തം ടൈറ്റ്സ് ആണ്. അതെ, കുട്ടികളുടെ ടൈറ്റ്സ്, ഇന്നർ വെയർ. അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴായാലും എവിടേക്ക് പുറത്തേക്ക് പോയാലും ടൈറ്റ്സ് മസ്റ്റ് ആണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അമ്മമാർ ശ്രദ്ധിക്കുക, അതും ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കിനി പോകാല്ലേ? അല്ല, ടീഷർട്ടും ഉണ്ട്. ഇത് കഴിയൂല. കാണുമ്പോ പുറത്തുനിന്ന് ചെറുതാന്ന് ഫീൽ ചെയ്യെങ്കിലും ഉള്ളിൽ വരുമ്പോ അറിയാലോ ഐറ്റംസിന്റെ എണ്ണം. ആൺകുട്ടികളുടെ ടീഷർട്ട്സ് ഉണ്ട്. ആൺകുട്ടികളുടെ ടീഷർട്ടുകൾ, ഇതൊക്കെ പുറത്തേക്ക് പോകാൻ പറ്റിയ നല്ല ടൈപ്പ് ടീഷർട്ടാണ് വരുന്നത്. ടീഷർട്ടൊക്കെ നമുക്ക് 150. അതിന് അതല്ല, നമുക്ക് ടീഷർട്ടും ഷോർട്സും ആണെങ്കിൽ അതും ഉണ്ട്. അല്ല, കോട്ട് സെറ്റ് അല്ല, നോർമൽ ബനിയൻ സെറ്റ്. അതെ, നമ്മുടെ ടോപ്പ് അതുപോലെ തന്നെ അതിലേക്ക് പറ്റിയിട്ടുള്ള ട്രൗസേഴ്സ്. കോംബോ സെറ്റ് ആണ് വരുന്നത്. അത് കോംബോ സെറ്റ് നമുക്ക് ഒരു ഇതാവുമ്പോ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, വലിയവർക്ക് ഉണ്ടാവില്ല. വലിയവർക്ക് പാൻസ് സെപ്പറേറ്റ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ എനിക്ക് മൊത്തത്തിൽ എന്താ പറയാ, റേറ്റ് കേട്ടിട്ടാണ് ഞാൻ ഞെട്ടിയിട്ടുള്ളത്. റേറ്റ് കൊണ്ട് അടിപൊളിയാണ് കേട്ടോ. ഷോർട്സും ഇഷ്ടം പോലെ ഉണ്ട്.
ഷോർട്സിന്റെ കളക്ഷൻസും ഇത് ലേഡീസിന്റെ. നിങ്ങൾ വന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഹിന്റ് തന്നില്ലേ ഇനി എന്തൊക്കെ ഐറ്റംസ് ഇവിടെ കിട്ടുന്നുള്ളത്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് യൂണിഫോംസ് ഏത് സ്കൂളിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത് വേഗം നോട്ട് ചെയ്തിട്ട് അത് കണ്ടു വെച്ചോട്ടാ. പോവാം. ശരി, വാ. സ്വാതി പോവാം. മെഗാ ഡിസ്കൗണ്ട് സെയിൽ. യെസ്, ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് കാണിക്കാനുള്ളത്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ 365 ഞാൻ പറഞ്ഞത് 362 എടുത്തോ. കാരണം എന്ന് വെച്ചാൽ 3 ദിവസം എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ മുടക്ക് വേണ്ടി വരില്ല. അതിനാണ് ഈ ഒരു 3 ദിവസം എന്ന് പറയാം. 3 ദിവസം എന്ന് പറഞ്ഞാൽ അമ്പലം, പള്ളി, മുസ്ലിം പള്ളി, അവിടെ എന്തെങ്കിലുമൊക്കെ ഉത്സവം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ, അതിന് വേണ്ടിയിട്ട് ഒരു 3 ദിവസം മുടക്കാൻ പിടിച്ചോ. പിന്നെ ഇവിടെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂണിഫോം സെക്ഷനാണ്. ഏത് ടൈപ്പ് യൂണിഫോം വേണമെങ്കിലും ഇവിടെ കിട്ടും, ഗേൾസും ബോയ്സും. പിന്നെ ഷർട്ട്സ്, മെൻസിനുള്ള A to Z ഷർട്ട്സിന്റെ വെറൈറ്റീസ്, അടിപൊളി ഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ. ലിനന്റെ കാണുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ മുകളിലത്തെ ചേട്ടന്മാരോട് ചോദിക്കാം. ഇനി ഇവിടെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് വരണമെങ്കിൽ ഡയറക്റ്റ് വരാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ നമ്പർ ചോദിച്ചിട്ട് വിളിച്ചിട്ട് ഈ സെക്ഷനിലേക്ക് കടന്നോ. അപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറയണത് കുട്ടികൾ ചിരിക്കുന്നുണ്ട്. എവിടെയും തിരക്കുണ്ടില്ല അത്യാവശ്യം. ഈ കുട്ടികളായിരിക്കും കൂടുതൽ ഇവിടെ വരാൻ. കാരണം എന്ന് വെച്ചാൽ ഇത് സ്കൂൾ യൂണിഫോമിൻ്റെ സെക്ഷൻ അല്ലേ. സ്കൂളിലെ യൂണിഫോം എടുക്കാൻ വന്നതാണോ? വാടാ, സ്കൂൾ യൂണിഫോം എടുക്കാൻ വന്നതാണോ? വാ. അപ്പം ഇന്ന് സ്കൂളിൽ പോയില്ല. എന്താ പോകണ്ടിരുന്നത്? അച്ഛൻ സാറ്റർഡേ ആണ് പോണത്, അതുകൊണ്ട് പോയില്ല. യൂണിഫോം ഒക്കെ മേടിക്കാൻ വന്നതാണോ? കിട്ടിയോ? ഏത് സ്കൂളിൽ പഠിക്കണേ? സർവോദയ. രണ്ടാളും ഓക്കെ, സെറ്റല്ലേ? മതി. അവർക്കുള്ള സ്കൂളിലെ യൂണിഫോം ഇവിടെ കിട്ടുന്നത്. ഇപ്പം സിംഗിൾ ആയാലും ഇവിടെ അവൈലബിൾ ആണ്. അവരുടെ അച്ഛനും അമ്മയും ഇത്തിരി തിരക്കാണ്. അപ്പോൾ ബെൽറ്റുകളുണ്ടല്ലേ, യൂണിഫോം മാത്രമല്ല. ഇതിനുമുണ്ട് ഓഫർ. ഇത് 45 rupees ആണ് വരുന്നത്. കേട്ടില്ല? 45 രൂപ ബെൽറ്റിന്, സ്കൂൾ ബെൽറ്റിന്. നമുക്ക് അവര് ബില്ലടിച്ചുകൊണ്ടിരിക്കുക. ചോദിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഹായ്, കണ്ടിട്ടുണ്ടോ വല്ലയിടത്തും? ഇല്ല. ദൈവം സഹായിച്ച ഒരാളെങ്കിലും ഉണ്ട് നമ്മളെ കാണാത്ത ഒരാള്. ഓക്കെ, നമ്മളിവിടെ യൂണിഫോം മേടിച്ചതാണ്, മേടിക്കാൻ വന്നതാന്ന് പറഞ്ഞു. നിങ്ങൾ ഷോപ്പ് എങ്ങനെ ആദ്യമായിട്ട് അറിയോ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ, അല്ലെങ്കിൽ ഇവിടുത്തെ ക്വാളിറ്റിനെ അറിയണതാണ്? എന്നാ ഒരു 2 വാക്ക് നമ്മുടെ ന്യൂ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സിനെ കുറിച്ചിട്ടൊന്ന് പറയാം. 2 വാക്ക് പറയാനാണെങ്കിൽ ഡിസ്കൗണ്ട് ആണ്. 50% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് എടുക്കേണ്ടടുത്ത് 2 ഡ്രസ്സ് എടുക്കാൻ പറ്റും. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. എത്ര പിള്ളേർ വേണമെങ്കിലും ആയിക്കോട്ടെ. അതെ അതെ, 3 പേരുണ്ടെങ്കിൽ 1.5 ആളുടെ ഡ്രസ്സ് എടുത്താൽ മതി. ഇനി പിള്ളേര് മടി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഒരു പിള്ളേരായിട്ട് ഒതുക്കണ്ടെന്നാണ്. 4 പേരായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. 2 പേരുടെ ഡ്രസ്സ് കൊടുത്തിട്ട് പൈസ കൊടുത്താൽ മതി. എന്തായാലും 3 ആളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക്. അതാണ് ഈ 1.5 കളിക്ക് പറഞ്ഞത് കേട്ടോ. ശരി, അപ്പൊ താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ ചേട്ടനൊന്ന് കിട്ടാം. അതിന് മുന്നേ ഇവിടുത്തെ കടയുടെ ഒരു ലുക്ക് ഒന്ന് നോക്കാം. നമുക്ക് കടയുടെ ലുക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്ഷൻ മൊത്തം വരാതെ നമുക്ക് ജെൻസിന്റെ ഐറ്റംസ്, അതുപോലെ തന്നെ യൂണിഫോം ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. വേറെ പിന്നെ ടർക്കി അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ചോറ് പാത്രം ആക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ടർക്കീസാണ്. പിന്നെ റണ്ണിങ് മെറ്റീരിയൽസ്, നമ്മുടെ യൂണിഫോമിന്റെ റണ്ണിങ് മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ചേട്ടനൊന്ന് ഫ്രീ ആയിട്ട് വേണം. ഇതാണ് നമ്മുടെ യൂണിഫോമിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇതല്ല, ആക്ച്വലി ഇത് ഫുള്ള് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. വൈറ്റ് എന്ന് പറയുന്നത് ഇത് ഷർട്ടാണോ? ടീഷർട്ടാണ്. ടീഷർട്ട്, യൂണിഫോം ടീഷർട്ട്. അതെ, സ്കൂളിൽ ഇങ്ങനെ കളർ കോഡ് ഒക്കെ ഉണ്ടാവില്ല, 4 ഹൗസ് ഉണ്ടാവും. യെല്ലോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്. ഗ്രീൻ, ഓറഞ്ച്. ഞാൻ അതിൽ യെല്ലോയിലായിരുന്നു. അങ്ങനത്തെ. അപ്പൊ അതിലത്തെ ടീഷർട്ട്സ് ആണ് ഈ കാണുന്നത്. അതില് ഇപ്പൊ വൈറ്റും ഉണ്ട്, ഇതുണ്ട്. ഇതിലൊക്കെ എങ്ങനെയാ ഓഫർ ഉണ്ടോ? ശരിക്കും പറയണ്ട, നിങ്ങൾ ഈ 50 പറഞ്ഞത് കൊടുക്കണ്ട. അങ്ങനെയല്ല, ഇതിന് വരുമ്പോഴത്തേക്ക് സൈസ് അനുസരിച്ച് റേറ്റ് വരുന്ന 120 അങ്ങനെ മുകളിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 160, 170 അങ്ങനെയാണ് ഓരോ സൈസിന് നമുക്ക് ഇത് വരുന്നത്. പിന്നെ എല്ലാ സ്കൂളും കേരളത്തിലെ ഒരുവിധം നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ സ്കൂളിലും, ചെറിയ സ്കൂളായിക്കോട്ടെ വലിയ സ്കൂളായിക്കോട്ടെ, അങ്ങനെ ഒരു വേറെ വ്യത്യാസം ഇല്ലാണ്ട് ഏത് സ്കൂളിന്റെ യൂണിഫോം ചോദിച്ചാലും ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അതും 50% ഡിസ്കൗണ്ടിൽ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ആ സ്കൂൾ തുറക്കണ സമയത്ത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു സെയില് മാത്രമല്ല. അങ്ങനെയല്ല. ഇവിടെ എന്ന് കടയുണ്ടോ അന്ന് തൊട്ട് ഇവിടെ 365 ദിവസം നമുക്ക് ഈ ഒരു 50%. അപ്പൊ ഇത് നമുക്ക് സൈസസ് എങ്ങനെയാ പറഞ്ഞത്? ചെറിയ LKG കുട്ടിക്ക് തൊട്ട് വലിയവരുടെ വരെ നമുക്ക് 10ാം ക്ലാസ് +2 വരെ നമുക്ക് ഇത് കിട്ടും. +2 വരെക്കുള്ളത്. ഞാൻ കുറച്ച് ടീഷർട്ടിന്റെ കളേഴ്സ് മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പൊ ഏത് സ്കൂളിന്റെ ആണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചോ.
ഇത് സ്കൂളിന്റെ പേരുകളൊന്നും പറയില്ല, ഞാൻ അതാ പറഞ്ഞ കേരളത്തിൽ ഒരുവിധം മിക്ക സ്കൂളിന്റെ യൂണിഫോംസ് ഇതൊക്കെ റെഡിമെയ്ഡ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ റെഡിമെയ്ഡ് അല്ലാത്ത നിങ്ങൾക്ക് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഇതൊക്കെ ടീഷർട്ടിന്റെ സെക്ഷൻ, വൈറ്റ് ടീഷർട്ട് വേണമെങ്കിൽ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സ്കൂളൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു പ്രോഗ്രാം, ഒരു ഡാൻസ് പ്രോഗ്രാം, ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരേപോലത്തെ ടീഷർട്ട് വേണമെന്ന് പറയാം. അപ്പൊ നമുക്ക് വൈറ്റ് പിടിക്കാം. അതെ, അതൊരു യൂണിഫോം ആയിട്ട് ഒരു കോഡായിട്ട് അങ്ങനെ പോവാം. പിന്നെ ഷർട്ടിന്റെ ഇതൊക്കെ ഏത് സ്കൂളാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഷർട്ട്, അതുപോലെ പാന്റ് വേണമെങ്കിൽ പാന്റ്, ഷോർട്സ് വേണമെങ്കിൽ ഷോർട്സ്, ട്രൗസർ, എല്ലാം ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. പിന്നെ ബ്ലൂ മെറൂൺ ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരുവിധം മിക്ക സ്കൂളുകൾക്കും ഒരു കോമൺ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. നമുക്ക് ഇതിൽ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് റേറ്റ് ഈ ഹോൾ ഈ ഷോപ്പിൽ യൂണിഫോമിന് സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? മെറ്റീരിയൽ ആണെങ്കിൽ 130 രൂപയും സ്റ്റാർട്ടിംഗ് റേറ്റ് 130. ഷർട്ടിങ്ങിനും സൂട്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് 210 വരും. ഓക്കെ. പിന്നെ ഈ ഇതിൽ വരുമ്പോഴത്തേക്ക് 200 മുകളിലോട്ട് 200 100 അത് നമ്മുടെ ടീഷർട്ട് നമ്മുടെ ഇതിന് വരുമ്പോഴത്തേക്ക് 184 150 പോലെ നമുക്കുണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അങ്ങനെ ആ റേഞ്ച് വെച്ചിട്ട് അങ്ങനെ. പിന്നെ യൂണിഫോം അത്യാവശ്യമാണല്ലോ. അതുപോലെ നമുക്ക് ബ്ലൂ, ഗ്രേ ഇതൊക്കെ എങ്ങനെ ഏത് ഇതിൽ വേണമെങ്കിലും ഏത് കളേഴ്സ് ഏത് യൂണിഫോം വേണമെങ്കിലും ഉണ്ട്. പിന്നെ ഈ കാണുന്നത് മൊത്തം മെറ്റീരിയൽസ് ആണ് ഇരിക്കുന്നത്. എല്ലാ സ്കൂളിലത്തെ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യം വെച്ചിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള കുറേ മെറ്റീരിയൽസ്, യൂണിഫോംസ് ആണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ കുട്ടീനെയും കൊണ്ട് വരണമെങ്കിൽ ആളെന്നെടുത്ത് നോക്കണം. അങ്ങനത്തെ വല്ല പരിപാടി ഇവിടെ നടക്കുമോ? അല്ല, കുട്ടികൾക്ക് വരുമ്പോഴത്തേക്ക് അവരുടെ വയസ്സനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റ് അനുസരിച്ച് അവർക്ക് മുറിച്ച് കൊടുക്കും. അല്ല, സ്റ്റിച്ചിങ് വേണമെങ്കിൽ സ്റ്റിച്ചിങ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ ഒരു കുട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് എത്ര മീറ്റർ മേടിക്കണം അങ്ങനെ ഒരു ഡൗട്ട് കാര്യങ്ങൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ പാരൻസിനുണ്ട്. ഇപ്പോഴും എൻ്റെ കുട്ടീനെ എത്ര മീറ്റർ മേടിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. അത് കടക്കാർ പറഞ്ഞു തന്നാൽ അത് എടുക്കുക. അത് ഇവര് സഹായിക്കുന്നതായിരിക്കും എല്ലാ കാര്യത്തിനും. പിന്നെ ഈ സംഭവങ്ങളൊക്കെ എന്താ ഇരിക്കുന്നത്? പാൻസ് ആണോ? അല്ല, അത് സിനോഫോം ആണ്. നമ്മുടെ ഷർട്ടിന്റെ മുകളിലെടുത്തില്ലേ കുട്ടികളെ. ഓക്കെ, ഇതല്ലേ? ഓക്കെ. ഇത് പെൺകുട്ടികളുടെ ആയി. പിന്നെ ആൺകുട്ടികളുടെ വരുമ്പോ ഇതും അത് തന്നെയാ, ബ്ലൂ, ഇത് മറൂൺ, അതുപോലെ തന്നെ ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട്. പിന്നെ ആൺകുട്ടികളുടെ പാൻസ് വലിയൊരു കളക്കോ. ഇത് കോളേജ് കുട്ടിക്കുള്ളതാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 10ാം ക്ലാസ് ആ ഒരു റേഞ്ചിലുള്ള നമ്മുടെ യൂണിഫോം പാൻസ് കേട്ടോ. പാൻസ് പിന്നെ യൂണിഫോം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഫുൾ സെറ്റ് നമ്മുടെ കയ്യിൽ കാണാം. ഫുൾ സെറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് അവൈലബിൾ ആണ്. പിന്നെ ഇത് ഏത് സ്കൂളത്തെ യൂണിഫോം ആണെന്ന് ചോദിക്കില്ല, പക്ഷെ അതും ഉണ്ട്. ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജാക്കറ്റ്സ് ഉണ്ട്. ജാക്കറ്റ്. പിന്നെ മെറ്റീരിയലും നല്ലതാട്ടോ. നമ്മള് എങ്ങനെ പറയാ, യൂണിഫോം ആണല്ലോ, ഡെയിലി അലക്കണം അല്ലേ? അത്രയും ക്വാളിറ്റി ആയിരിക്കും വരുന്നത്. ഇത് വരുന്നത് വൈറ്റ് ഷർട്ട്സ്, ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ് രണ്ടും അവൈലബിൾ ആണ്. ഓക്കെ. വൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ നമുക്ക് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതാ വൈറ്റ്. പിന്നെ ഇത് ആൺകുട്ടികളുടെ അല്ലേ? പെൺകുട്ടികളുടെ തന്നെ. ആൺകുട്ടികളുടെ നമുക്ക് നേവി ബ്ലൂ പാന്റ്, അങ്ങനെ ഡാർക്ക് ഗ്രേ. ഇത് പെൺകുട്ടികളുടെ പാവാടയാണോ? അതെ, ഇത് പാവാടയും യൂണിഫോമും നമുക്ക് അവൈലബിൾ ആണ്. ഇത് സ്കേർട്ടാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ. അപ്പോൾ ഇത് സ്കേർട്ടാണ് വരുന്നത്. ഇത് യൂണിഫോം തന്നെയാണ്. യൂണിഫോമിന് നല്ല എന്താ പറയുക, അത്യാവശ്യം നല്ല റേഞ്ച് കളക്ഷൻസ് ഓഫ് ഉണ്ട് അല്ലേ? അതെ. ഇത് ഈ മെറ്റീരിയൽ നോക്കിയാൽ ബ്ലൂ, ഇതൊക്കെ നമുക്ക് പാൻറ്റിൻ്റെ ആണ്, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പാൻസിൻ്റെ ഒരു കളക്ഷൻസ് ആണ് ഈ മൊത്തം വരുന്നത്. പിന്നെ ഇവിടെയും ഉണ്ട് യൂണിഫോമിൻ്റെ കുറേ മെറ്റീരിയൽസ് ഒക്കെ വരുന്നത്. ഇവിടെയും ഉണ്ട് നമുക്ക് മെറ്റീരിയൽസ്. ഈ കാണുന്നതൊക്കെ യൂണിഫോം മെറ്റീരിയൽസ്. യൂണിഫോമിന്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടല്ലേ, അവിടെ ഉണ്ട് കുറെ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ മുറിച്ച് എടുക്കാൻ പറ്റും. അത്രയും മെറ്റീരിയൽസിന്റെ ഇഷ്ടം പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ വരുന്നത് നമുക്കിനി മെൻസിൻ്റെ പിടിക്കായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ യൂണിഫോം എന്ന് പറയുമ്പോൾ കാണിക്കാനൊക്കെ ഇതൊക്കെ തന്നെയുള്ള യൂണിഫോമിന്റെ സെക്ഷൻസ്. ഇനി മെൻസിൻ്റെ പിടിച്ചാൽ മെൻസിൻ്റെ ആരാ? നമുക്ക് ഒരു മെന്നെ ഇതുവരെ നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ആര് കിട്ടാ പറയോ? ഞാൻ വിളിക്കാം. ഒരാണിനെ കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ നമുക്ക് വീഡിയോയില്. ഇപ്പോൾ വരും. അങ്ങനെ നമ്മുടെ ന്യൂ ഗുഡ് മോർണിംഗിൽ ഒരു ആൺതരീനെ കിട്ടിയിട്ടുണ്ട്. ആണുകൾ ഒരുപാടുണ്ട്, പക്ഷെ എല്ലാവരും ബിസിയാണ് കസ്റ്റമറുടെ ഇടയിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ മെൻസിന്റെ സെക്ഷൻ തുടങ്ങി. മെൻസിന്റെ സെക്ഷനിലൊക്കെ നമുക്ക് ഈ ഡിസ്കൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. ഉണ്ടോ? ഇതിലെന്ത് ഇത് ഷർട്ട് എല്ലാമേ 40% ഡിസ്കൗണ്ട് ഉള്ളത്. 40% ഡിസ്കൗണ്ടിന്റെ ഒരു സാമ്പിൾ മാത്രമേ വെച്ചിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതിൽ പല പ്രിന്റ്സിലുണ്ട്, ചെക്കിലുണ്ട്, സ്ട്രൈപ്പിലുണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഹിന്റ് തരുന്നത് മാത്രമല്ല. ഇതിൽ നമ്മൾ ഏതെടുത്താലും 40% കൊടുത്താൽ മതി. എന്നാൽ പ്യുവർ വൈറ്റ് വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ വരൂ, ചേട്ടന്മാരുടെ മുണ്ടുകൾ കാണണ്ടേ?
മുണ്ടുകളിലും ഓഫർ ഉണ്ടോ? മുണ്ടുകളിലും 40% ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ അതില് ഈ കളറുണ്ട് വൈറ്റും ഉണ്ട് ആ വൈറ്റ് ഉണ്ട്. പിന്നെ കസൂരൊക്കെ അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലേ? അതെ അതിന്റെ സെക്ഷനാണ് ഈ ഫുള്ളി ഇരിക്കണ മുണ്ടിന്റെ. ഇതാ മുണ്ട് ഇതൊക്കെ ഡബിൾ മുണ്ടല്ലേ വരുന്നത്? എല്ലാം ഡബിൾ മുണ്ട്. അതെ ഡബിൾ മുണ്ട്. അതും ഓരോ ഒറ്റ കര എത്ര പീസ് വേണമെന്ന് പറയണെങ്കിൽ അതും അവൈലബിൾ ആണ്. ഇതിലും വരെ ഞങ്ങൾ യൂണിഫോം ആക്കി കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഷർട്ട്സ്, അതുപോലെ തന്നെ ഈ കാണുന്ന ബോക്സ് ഫുൾ ഷർട്ട്സ് ആണ് വരുന്നത്. ഷർട്ട്സിന് അപ്പൊ എങ്ങനെ സൈസസ് ഒക്കെ വരുന്നത്? 40, 42, 44 ഫുള്ളും ഉണ്ട്, ഹാഫും ഉണ്ട്. ഹാഫ് സ്ലീവ് ഉണ്ട്, ഫുൾ സ്ലീവ് ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷൻ ബോക്സ് ഒക്കെ ഫുൾ ഷർട്ടുകൾ മാത്രമാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ബെൽറ്റും അവൈലബിൾ ആണ്. ബെൽറ്റ് 20% ഡിസ്കൗണ്ട് വരും. 20% ഡിസ്കൗണ്ട്. അപ്പൊ ഏത് ഐറ്റം എടുത്താലും അതിന് എല്ലാത്തിനും നമുക്ക് ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന ഈ ടീഷർട്ട് മൊത്തത്തിൽ 40% ഡിസ്കൗണ്ട് വരും. ഇതൊന്നും നമുക്ക് നോക്കാം. ടീഷർട്ടിന്റെ വരൂ, പുറത്തേക്ക് ഇറങ്ങൂ. ഇതൊക്കെ ടീഷർട്ട്സ് അല്ലേ? ടീഷർട്ട്സിലും നമുക്ക് 40% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ അതിന് ഉപരി ഒരു കാര്യം കൂടി എനിക്ക് കാണിക്കാനുണ്ട്. ഈ ഇതൊക്കെ എന്ത് ഇത് വക്കീൽമാർക്കുള്ളതാണ്. കണ്ടോ? അങ്ങനെ എന്ന് വെച്ചാൽ ഏത് ജോലി ആയാലും അതിനുള്ള യൂണിഫോം വേണമെന്ന് പറയുകയാണെങ്കിൽ അതെല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഒരെണ്ണം നമുക്ക് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ചേട്ടാ? നമ്മുടെ വക്കീൽ ചേട്ടന്മാര് അവർക്കുള്ള യൂണിഫോംസും അവൈലബിൾ ആണ്. ഇതിപ്പോ ജെൻസിന്റെ ആണ്. ലേഡീസിന്റെ ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്. അതുപോലെ തന്നെ ജെൻസിനുള്ള ഷോർട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇതിനും ഡിസ്കൗണ്ട് 40%. ഇതിനും ഉണ്ട് 40% ഡിസ്കൗണ്ട്. ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട്, 30% ഡിസ്കൗണ്ട്. അങ്ങനെ എന്തായാലും ഒരു എന്താ പറയുക 20 തൊട്ട് അങ്ങോട്ട് ഡിസ്കൗണ്ടുകൾ തുടങ്ങി അപ് ടു 70% വരെ ഡിസ്കൗണ്ട് ഉള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അത് ന്യൂ ഗുഡ് മോർണിംഗ് സ്റ്റോറാണ് ഇപ്പം നിൽക്കുന്ന സ്റ്റോർ എന്ന് വെച്ചാൽ ഇവിടെ ഫുൾ നമുക്ക് യൂണിഫോം കളക്ഷൻസ് അതുപോലെ തന്നെ മെൻസിൻ്റെ ഐറ്റംസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഷോപ്പ് എന്ന് പറയുമ്പോൾ അത് ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സിൻ്റെ ചേട്ടനായിട്ട് വരും ഈ ഒരു ന്യൂ ഗുഡ് മോർണിംഗ് സ്റ്റോഴ്സ് അല്ലേ? ഇത് വെച്ചോളൂ. അപ്പോൾ ഇനി ഞാൻ ഇതൊന്നും എടുത്തോട്ടെ. ഇവിടെ ഒരു കസ്റ്റമർ ഉണ്ട്, ജസ്റ്റ് ആളുടെയും കൂടി ഒന്ന് റിവ്യൂ ചോദിച്ചു നോക്കാം. ഹലോ, സുഖാണോ? ഞാൻ ഇങ്ങനെ നിൽക്കാം എന്നാലും മുഖം കാണുള്ളൂ. സുഖാണോ? സുഖാണ്. ഇപ്പൊ ആർക്കുള്ള യൂണിഫോം എടുക്കുന്നത്? മക്കൾക്കാണോ? യൂണിഫോം ആണ്. എങ്ങനെയാ നിങ്ങൾ ഈ കണ്ടുപിടിച്ച് വന്നതാ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ് വന്നാലും സ്ഥിരം വരുന്നതാണോ? അത് മുമ്പ് മുതലേ ഇവിടെ ഗുഡ് മോർണിംഗ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതിന്റെ ഇപ്പം നമസ്തേ അല്ലേ ആക്കി മാറ്റിയതാണ് ന്യൂ ഗുഡ് മോർണിംഗ്. ന്യൂ ഗുഡ് മോർണിംഗ് എന്നുള്ള സ്റ്റോറാണ് കടയുടെ പേര് വരുന്നത്. അപ്പൊ നിങ്ങൾ ഗുഡ് മോർണിംഗ് സ്റ്റോർ പഴയത് അവിടുന്ന് അറിഞ്ഞിട്ട് വന്നതാണ്? അവിടുന്ന് അറിഞ്ഞിട്ടാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ഒരു യൂണിഫോം മിതമായ വിലക്ക് കൊടുക്കുന്നുണ്ട്. നല്ല മെറ്റീരിയലുമാണ്, കുഴപ്പമില്ല. നമ്മൾ പുറത്ത് എടുത്ത് തയ്ക്കുന്നതിനെക്കാട്ടിയും വളരെ ലാഭമാണ്. നിങ്ങൾ ഇവിടെ ഈ സ്വദേശം ആണോ? എന്റെ തിരുവനന്തപുരം ആണ്. ട്രിവാൻഡ്രം തന്നെയാണ്. എത്ര മക്കളുണ്ട്? ഒരാളുള്ളോ? നഷ്ടമായി പോയി. എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ 50% ഡിസ്കൗണ്ട് ഉണ്ട്. രണ്ടാളുണ്ടെങ്കിൽ അപ്പൊ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ 2 കിട്ടൂലോ? അല്ലെങ്കിൽ നല്ല കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ വൈറ്റ് ആണ് എടുത്തിരിക്കണത്. എന്തായാലും നമുക്കൊന്ന് ഇവിടെ വൈൻഡ് അപ്പ് അതിനേക്കാളും മുന്നേ നമ്മുടെ ചേട്ടൻ ഇത് ഞാൻ ഇട്ട എങ്ങനെ ഇരിക്കും? പഠിച്ചില്ലെങ്കിലും നമുക്ക് ഇടണോണ്ട് ആരോടും ചോദിക്കണ്ടല്ലോ. എങ്ങനെ ഞാനും ആയി ലീഗലി അല്ല കേട്ടോ, ഒഫീഷ്യലും അല്ല, ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇവിടെ പോയി അശ്വതി പേരൊക്കെ മണ്ണു സ്വാതി അശ്വതിയൊക്കെ ഇങ്ങോട്ട് പോയി. എങ്ങനെയുണ്ട് ഈ ലുക്ക് കണ്ടിട്ട്? കൊള്ളാം. വാ, എങ്ങനെയുണ്ടെന്ന് ലുക്ക് കടി. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ഫ്രീ സൈസ് ആണോ വരുന്നത്? എങ്ങനെ സംഭവം ഇത് കെട്ടാൻ പാടില്ല അല്ലേ? ഇതിങ്ങനെ അഡ്വക്കേറ്റ് അവരുടേതായ ഒരു ഇതുണ്ട്. അതുണ്ട്. ആ ഒരു മാന്യത കീപ്പ് ചെയ്തോണ്ട് ഞാനിത് പതുക്കനെ ഒന്ന് റിമൂവ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അർഹതപ്പെട്ട സംഭവം അല്ല. അത് അത്രയ്ക്കും പഠിപ്പും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ 10ാം ക്ലാസ് കുസ്തിയുള്ളവർക്ക് അല്ലേ. ആ ഒരു മാന്യതയോട് കൂടിയിട്ട് ഞാനത് കൊടുത്തിരിക്കുന്നു. എന്തായാലും അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞെടുത്തു. അറിയോ പറയാൻ? നീ നാട്ടുകാരിയല്ല? നാട്ടുകാരിയാണ്, പക്ഷെ ഞാൻ ഇവിടുത്തെ കാര്യമില്ല, കുറച്ചങ്ങോട്ട് അകത്തോട്ടാണ്. കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുത്താൽ ഇവളറിയുന്ന പറയണം. അപ്പൊ ലൊക്കേഷൻ ഇവളോട് തന്നെ ചോദിക്കാം. ലൊക്കേഷൻ നമ്മുടെ പഴയ ഗണപതി കോവിലിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇത്രയും ശബ്ദമുള്ളൂ? അത്രേ ഉള്ളൂ. ഒന്ന് ഭക്ഷണം കഴിച്ചാ?
കഴിച്ചു. ഇല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത്. ആള് പോയി, കുഴപ്പമില്ല, നമ്മുടെ അണ്ണം പറയും. കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ പാളയം ഗണപതി കോവിലിന് ഓപ്പോസിറ്റ് സാബല്യം കോംപ്ലക്സിനകത്ത് ഗ്രൗണ്ട് ഫ്ലോർ നമസ്തേ സ്റ്റോറിന് തൊട്ടടുത്ത് ന്യൂ ഗുഡ് മോർണിംഗ് സ്റ്റോർ. അതാണ് ഇപ്പം നിൽക്കുന്ന സ്റ്റോർ. അല്ലാണ്ട് ഇവർക്ക് ഗുഡ് മോർണിംഗ് സ്റ്റോറും ഉണ്ട്, അത് ഫസ്റ്റ് ഫ്ലോറാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ തലസ്ഥാനമായ നമ്മുടെ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടും അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തെ ഏറ്റവും ആദ്യത്തെ ഒരു കോംപ്ലക്സും കൂടി അറിയപ്പെടുന്ന ഈ ഒരു സാബല്യം കോംപ്ലക്സ് അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടും ഏറ്റവും പഴയ കോംപ്ലക്സും ഏറ്റവും ഫസ്റ്റത്തെ ഒരു കോംപ്ലക്സ്, അത് എല്ലാം കൊണ്ടും ഒരു ഫേമസ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മലയാളികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കണം, എല്ലാം പള്ളിയും കൂടി ഒരുമിച്ച് ഒരു സ്ഥലത്ത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഈ ഒരു സ്ഥലത്ത് ഉണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇനി ആ പ്രത്യേകത നമ്മുടെ നാട്ടുകാർ, നമ്മുടെ മലയാളികൾ, നമ്മുടെ കേരളക്കാർ കൊണ്ടുപോയി. പക്ഷേ ഈ ഒരു ഗുഡ് മോർണിംഗ് സ്റ്റോറിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അത് ഇവരുടെ ഓണർ മാത്രം കൊണ്ടുപോയി. അതാണ് ഇവിടുത്തെ 365 ദിവസം, 365 ശരിക്കും 362 ദിവസം, ബാക്കി 3 അവർക്കും ഞാൻ കൊടുത്തിരിക്കണം. അപ്പോൾ എന്തായാലും ഇതാണ് ലൊക്കേഷൻ വരുന്നത്. റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ബൈ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഓഫർ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഉണ്ട്. എന്നാലും നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക. പിന്നെ ഓൺലൈൻ ഫെസിലിറ്റീസ് ഇല്ല, ഡയറക്റ്റ് വരണം. ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ബൈ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.